അപ്പൊ നമുക്കിനി കുറച്ച് ടോപ്പിക്സും കൂടി നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ് കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിനകത്ത് പെർസെന്റേജ്, നമുക്ക് ഇനി പെർസെന്റേജിലേക്ക് വരാം. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താ? അപ്പൊ ഞാൻ ചോദിക്കുകയാണ് 15 എന്ന് പറഞ്ഞാൽ 20യുടെ എത്ര പെർസെന്റേജ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 15 എന്ന് പറഞ്ഞാൽ 20യുടെ എത്ര പെർസെന്റേജ് ആണെന്ന് ചോദിച്ചാൽ 15/20 ഇൻറ്റു 100 ആണ് നമ്മൾ ചെയ്യുക. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 100 ചെയ്യുന്നത്? ആക്ച്വലി 15 20യുടെ എത്ര പെർസെന്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20യിൽ അത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ 100ൽ എത്രയാണ് എന്നുള്ളതാണ് പെർസെന്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 100 ഭാഗം വരികയാണെങ്കിൽ അതിൽ എത്ര ഭാഗമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 20യുടെ എത്ര പെർസെന്റേജ് ആ 15 ചോദിച്ചാൽ 15/20 ഇൻറ്റു 100 ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ക്യാൻസൽ ചെയ്താൽ 15 ഇൻറ്റു 5 വരും. അപ്പൊ നമുക്ക് 75 എന്നുള്ള പോലെ ആൻസർ കിട്ടും. ഇനിയിപ്പോ ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് 25% ഓഫ് 50, 25% ഓഫ് ഏതെങ്കിലും ഒരു 150 ആണെന്ന് വിചാരിച്ചു. അപ്പൊ നേരത്തെ നമ്മൾ 20യുടെ എത്ര പെർസെന്റേജ് ആ 15, അപ്പൊ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 15/20 ഇൻറ്റു 100. ഇനി 25% ഓഫ് 150 എത്രയാണെന്നൊക്കെയാണ് നമ്മൾ എന്താ ചെയ്യുക? 25% എന്ന് പറഞ്ഞാൽ എന്താ? 100ൽ എത്ര ഭാഗം എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ 25% എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 25/100 ആണ്. ഇപ്പൊ 25/100 ഇൻറ്റു 150 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നോ അതായിരിക്കും നിങ്ങളുടെ ആൻസർ വരിക അല്ലെ. നമുക്കൊരു ഇത് ക്യാൻസൽ ചെയ്യാം. ഇപ്പൊ ഇവിടെ വേണമെങ്കിൽ 5 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്താവും? 2 ആവും, ഇവിടെ 3 ആവും. ഇപ്പൊ 25 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 75/2 എന്നുള്ള രീതിയിലേക്ക് വരും. 75/2 ആയിരിക്കും എന്ന് കിട്ടും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ പെർസെന്റേജിന്റെ ബേസിക് ആയിട്ടുള്ള പെർസെന്റേജ് നോക്കേണ്ടത്. അപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പെർസെന്റേജ് ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന്റെ മുന്നേ പെർസെന്റേജിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പെട്ടെന്ന് പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ഐഡിയാസ് ഉണ്ട്. അതേപോലെ തന്നെ ചില കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. അപ്പൊ അത് നമുക്ക് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് സാധനമാണ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എക്ക് ഒരു 50 മാർക്ക് കിട്ടി എന്ന് വിചാരിച്ചോ. എ എന്ന് പറഞ്ഞ കുട്ടിക്ക് 50 മാർക്ക് കിട്ടി. ബി എന്ന് പറഞ്ഞ കുട്ടിക്ക് ഒരു 75 മാർക്ക് കിട്ടി എന്ന് വെച്ചാൽ ബി എന്ന് പറഞ്ഞ കുട്ടിക്ക് എനെക്കാട്ടും ഒരു 25 മാർക്ക് കൂടുതലാണ്. അപ്പൊ ഇത് പെർസെന്റേജിൽ പറയുമ്പോൾ നിങ്ങൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഒന്ന്, ഞാനിപ്പോ ചോദിക്കുകയാണ്, നിങ്ങളടുത്ത് ചോദിക്കുകയാണ് ഹൗ മച്ച് ഈസ് ബീസ് മാർക്ക്, ബിന്റെ മാർക്ക് ഹൗ മച്ച് ഈസ് ബീസ് മാർക്ക് മോർ ദാൻ എസ് മാർക്ക് ചോദിച്ചു ഇൻ പെർസെന്റേജ്. അപ്പൊ ബിന്റെ മാർക്ക് എന്റെ മാർക്കിനെ വെച്ച് നോക്കുമ്പോൾ എത്ര കൂടുതലാണ്? 25 കൂടുതലാണ് നമുക്കറിയാം. പക്ഷെ ഇൻ പെർസെന്റേജ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം 25 കൂടുതൽ. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും നിങ്ങൾ കെയർലെസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ ജനറലി ഞാൻ നോക്കുമ്പോൾ കെയർലെസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, 25 കൂടുതൽ എന്ന് നമുക്കറിയാം. പക്ഷെ ബേസിൽ ആരെടുക്കും? ഓക്കെ, ബേസ് ആയിട്ട് ആരെടുക്കും? അപ്പൊ അത് നിങ്ങൾ നോക്കേണ്ടത് എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു എന്താണ് ഇവിടെ ചോദ്യം എന്നാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്റെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ ബിന്റെ മാർക്ക് എത്ര കൂടുതലാണ്. അപ്പൊ എന്റെ മാർക്കാണ് നമ്മൾ ഇവിടെ ബേസ് ആയിട്ട് എടുക്കേണ്ടത്, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എന്റെ മാർക്ക് ബിന്റെ മാർക്ക് എത്ര കൂടുതലാണെന്നാണ്. അപ്പൊ നമ്മൾ ഡിനോമിനേറ്ററിൽ എ ആണ് എടുക്കേണ്ടത്, ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ആരെയാണ്? എനെയാണ് എടുക്കേണ്ടത്. കാരണം വിത്ത് റെസ്പെക്ട് ടു എ ആണ് ചോദ്യം. ഇനിയിപ്പോ ഇതേ ചോദ്യം ഇങ്ങനെ വേണമെങ്കിൽ വരാം. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എസ് മാർക്ക് ഹൗ മച്ച് ഈസ് എസ് മാർക്ക് ലെസ് ദാൻ ബീസ് മാർക്ക് എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കറിയാം എന്റെ മാർക്ക് ബിന്റെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ എത്ര കുറവാ? അതും 25 കുറവ് തന്നെയാണ് അല്ലെ. 25 കുറവാണ്. ബിന്റെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ എന്റെ മാർക്ക് 25 കുറവാണ്. പക്ഷെ അവിടെ ആരെ ബേസ് ആയിട്ട് എടുക്കണം? അവിടെ നിങ്ങൾ ബിന്റെ മാർക്കാണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ബൈ 75 ഇൻറ്റു 100 എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? കാരണം അവിടെ ചോദ്യം എന്താണ്? ബിന്റെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ എന്റെ മാർക്ക് എത്ര കുറവാണ് എന്നാണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ബി ആണ് ചോദ്യം. അപ്പൊ അവിടെ ബേസ് ആരെടുക്കണം? നിങ്ങൾ ബിന്റെ മാർക്കാണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ആ ഒരു ബേസ് ആയിട്ട് എടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി ഇതിൽ നിങ്ങൾ വേറെ ഓർക്കേണ്ട കാര്യം എന്താണ്? പെർസെന്റേജ് ഇൻക്രീസും അതേപോലെ തന്നെ പെർസെന്റേജ് ഡിക്രീസും. ഓക്കെ, ഇങ്ങനെ ചോദിക്കും. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, ഒരു പെട്രോളിന്റെ വില ഒരു ദിവസം 20% കൂടി എന്ന് വിചാരിക്കും. അടുത്ത ദിവസം 25% കൂടി എന്ന് വിചാരിക്കും. അതായത് പെട്രോളിന്റെ വില ഇന്ന് എത്രയോ ആണ് നമുക്കറിയില്ല. അടുത്ത ദിവസം എന്ത് ചെയ്തു? 25% കൂടി. അതിന്റെ അടുത്ത ദിവസം 20% കൂടി. അതിന്റെ അടുത്ത ദിവസം 25. അപ്പൊ എഫക്റ്റീവ്ലി മൊത്തം ഇപ്പൊ എത്ര പെർസെന്റേജ് കൂടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ വെറുതെ 20 + 25 45 എന്ന് എടുക്കരുത്, അത് തെറ്റാണ്. അപ്പൊ ഇത് രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ചെയ്യാൻ. രണ്ടല്ല 3 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ആക്ച്വലി. ഒന്നെങ്കിൽ നിങ്ങൾ ആദ്യം പെട്രോളിന്റെ വില 100 ആണ് അസ്യൂം ചെയ്തു എന്ന് വിചാരിക്കാം. പെട്രോളിന്റെ വില 100 ആണ്, അത് 20% കൂടിയാൽ, എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും 100 ഇനീഷ്യൽ വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യുന്നത് നല്ലതാണ്. കാരണം 20% കൂടി എന്ന് പറഞ്ഞാൽ 100ന്റെ 20% എത്രയാണ്? 20 തന്നെയാണ്. അപ്പൊ ഈ 100 രൂപ ഉണ്ടായിരുന്നത് 20% കൂടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഒരു 20 പ്ലസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എന്തായി മാറി? 120 ആയി മാറി.
ഇനി എന്താ അടുത്ത സ്റ്റെപ്പിൽ സംഭവിക്കുന്നത്? 25% കൂടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ 120 ആയിട്ടുണ്ട് പൈസ, അതിന്റെ 25% കൂടുന്നത്. അപ്പൊ നിങ്ങൾ +25 എടുക്കരുത്, കാരണം 100ന്റെ 25% 25, 120ന്റെ 25% 25 അല്ല. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ പിന്നെ കൂടുന്നത് എന്താണ്? 120ന്റെ 25% പിന്നെ കൂടുന്നത്. അപ്പൊ 25% ഓഫ് 120 എന്ന് പറഞ്ഞാൽ 25/100 ഇൻറ്റു 120 ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആണോ? അപ്പൊ 20 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 6 ആവും, ഇവിടെ 5 ആവും. ഇതിങ്ങനെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 5 ഇൻറ്റു 6 30 എന്ന്, സോറി 5 ഇൻറ്റു 6 എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 25% ഓഫ് 120 എത്രയാ? 30 അപ്പൊ ഇവിടെ 30 ഇൻക്രീസ് വരുന്നത്. അപ്പൊ 120ന്റെ കൂടെ 30 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി മാറി? 150 മാറി. അതിന്റെ അർത്ഥം 100 ഉണ്ടായിരുന്ന സാധനം ഇപ്പം 150 മാറി എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി 50% ഇൻക്രീസ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ എഫക്റ്റീവ്ലി എത്ര കൂടിയെന്ന് ചോദിച്ചാൽ 50. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഇതിന്റെ ഒക്കെ പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിലധികം, ഇനിയിപ്പോ ഞാൻ വീണ്ടും പറയാൻ, ഇനി ഒരു 10% കൂടി എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും ഒരു 10%. അപ്പൊ ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ വേറൊരു ഇക്വേഷൻ ഇതിനകത്തുണ്ട്, x + y + xy/100. എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പെർസെന്റേജ് ആണ്, y എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പെർസെന്റേജ് ആണ്. അപ്പൊ x + y + xy/100 വേണമെങ്കിൽ നിങ്ങൾക്ക് 20 ആണ് ആദ്യത്തെ പെർസെന്റേജ് ഇൻക്രീസ്, രണ്ടാമതുള്ളത് 25 ആണ്, +20 × 25/100. ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് 50 എന്ന ആൻസർ കിട്ടും. അപ്പൊ എഫക്റ്റീവ്ലി 50% കൂടി എന്നാണ് അർത്ഥം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇതിലും എന്താ പ്രശ്നം? ഇതിലും ഇപ്പൊ ഞാൻ എന്റെ ഒരു 10% ഇൻക്രീസും കൂടി ഉണ്ട്. ആദ്യം ഒരു ദിവസം 20 കൂടി, അടുത്ത ദിവസം 25% കൂടി, അടുത്ത ദിവസം 10% കൂടി എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ എക്സും വൈയും രണ്ടെണ്ണേ ഉള്ളൂ. അപ്പൊ വീണ്ടും അടുത്ത സ്റ്റെപ്പിലും കൂടി ചെയ്യേണ്ടി വരും. അപ്പൊ ഇതും അങ്ങനത്തെ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഇതൊന്നും അല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാൻ പറയാണ് 20% കൂടി, പിന്നെ ഒരു 25% കൂടി, ഇങ്ങനെയാന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇനീഷ്യൽ വാല്യൂ 100 ആണെന്ന് അസ്യൂം ചെയ്തു. 20% കൂടി എന്ന് പറഞ്ഞാൽ 100% ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പൊ 20% കൂടി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു ഉള്ളത്? അതിന്റെ 120% ആയിട്ടുണ്ടാവും. 20% കൂടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻറ്റു 120/100 ചെയ്താൽ മതി. 20% കൂടി എന്ന് പറഞ്ഞാൽ ഇൻറ്റു 120/100 ചെയ്യാം. 25% കൂടി എന്ന് പറഞ്ഞാൽ ഇൻറ്റു 125/100 എന്ന് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 150 എന്ന് കിട്ടും. അതിന്റെ അർത്ഥം 100 ഉണ്ടായിരുന്ന ആള് 150 ആയി. അപ്പൊ 50% ഇൻക്രീസ് ആയി. ഇതിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ ഒരു 10% കൂടി, 10% കൂടി എന്നാന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾ പിന്നെ ഒരു 10% കൂടിയാൽ 110/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പൊ എത്ര പെർസെന്റേജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തോ ആണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പെർസെന്റേജ് ഇൻക്രീസ് ആണ് നമ്മളിപ്പം പറഞ്ഞത്. ഇതിൽ ചിലപ്പം പെർസെന്റേജ് ഡിഗ്രീസ് ഉണ്ടാവാം. ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ആദ്യം പെട്രോളിന്റെ വില 20% കൂടി, രണ്ടാമത്തെ ദിവസം 25% കുറഞ്ഞു എന്ന് വിചാരിക്കുക, മൂന്നാമത്തെ ദിവസം ഒരു 10% പിന്നെയും കൂടി എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ്. അപ്പൊ ഇതിലെ ഇടയിൽ എന്ത് വരുന്നുണ്ട്? പെർസെന്റേജ് ഡിഗ്രീസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇത് രണ്ടും ഉള്ളൂ. 20% ഒരു ദിവസം കൂടി, 25% അടുത്ത ദിവസം കുറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ x + y + xy/100 എന്ന് പറഞ്ഞ ഫോർമുല ഇട്ടിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറയാണ് ഇവിടെ 25%. അപ്പൊ നിങ്ങൾ ഇതിന് y-ക്ക് -25 എന്ന് കൊടുക്കണം. അപ്പൊ കുറയാണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് കൊടുക്കാൻ മറക്കരുത്. പക്ഷെ അഗെയിൻ ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഞാൻ 3 എണ്ണം ഉണ്ട് എന്ന് വിചാരിച്ചു. 20% ആദ്യം കൂടി, പിന്നെ 25% കുറഞ്ഞു, പിന്നെ ഒരു 10% കൂടി എന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഇനീഷ്യൽ വാല്യൂ 100 ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. ഇൻറ്റു 20% കൂടിയാൽ ഇൻറ്റു 120/100 ചെയ്യണം. ഓക്കെ. ഇൻറ്റു 25% കുറയാണ്. അതായത് 100% ഉള്ള ഒരു സാധനം 25% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എത്രയായി മാറി? 75% മാറിയിട്ടുണ്ടാവും. അപ്പൊ 75/100 കൊണ്ടാണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ കുറയാണെങ്കിൽ നിങ്ങൾ 100 അത് കുറയ്ക്കണം. മനസ്സിലായോ? 25% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇൻറ്റു 75/100 ചെയ്യുന്നു, ഇൻറ്റു പിന്നെ 10% കൂടുക. അപ്പൊ ഇൻറ്റു 110/100 ചെയ്ത് കിട്ടുന്ന എന്താണോ അതായിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ? ഇത് പെർസെന്റേജ് ഇൻക്രീസിന്റെയും ഡിഗ്രീസിന്റെയും ക്വസ്റ്റിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇനിയിപ്പം നമ്മൾ ഞാൻ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ എങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതില് ഫസ്റ്റ് വൺ, ഇപ്പൊ 10% ഓഫ് 80 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ എന്താ ചെയ്യുക? 10/100 × 80 ചെയ്യും. അപ്പൊ ഡിനോമിനേറ്ററിൽ വരുന്നത് /100 ആണ്. 2 0 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു 0 ക്യാൻസൽ ചെയ്യാം, ഒരു 0 ക്യാൻസൽ ചെയ്യാം. അപ്പൊ ശരിക്കും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ 2 0 ഇവിടെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നുണ്ട്.
അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നിങ്ങൾ ഇങ്ങനെ 10% ഓഫ് 80 ചോദിച്ചാൽ ഇവിടെ 2 പൂജ്യം വെട്ടിയിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 into 8 8 ആയിരിക്കും. ക്ലിയർ ആണോ? ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് 15% ഓഫ് 200. അപ്പൊ ഇതിൽ ഏതെങ്കിലും 2 പൂജ്യം വെട്ടുന്നു, 15 into 2 30 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് 2 പൂജ്യം വരുന്ന സാധനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ 0 വെട്ടിക്കളഞ്ഞിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് വേറൊരു ക്വസ്റ്റ്യൻ, 40% ഓഫ് 240 എത്രയാന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, ഈ പൂജ്യം വെട്ടിയിട്ട് 24 into 4, 24ന്റെ ഇരട്ടീന്റെ ഇരട്ടി, 24ന്റെ ഇരട്ടി 48, അതിന്റെ ഇരട്ടി 96 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, 25% ഓഫ് എക്സ് ഒരു 20 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണെന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യം ചെയ്താൽ മതി. എക്സിന്റെ 25% 20. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മൊത്തം എക്സ് ആണ് എന്ന് വെച്ചാൽ 100%. എക്സ് എന്ന് ഉദ്ദേശിക്കുന്ന മൊത്തം എക്സ് എന്ന് വെച്ചാൽ 100%. ശരിക്കും 25% into 4 ചെയ്താലാണ് 100% ആവുന്നത് അല്ലെ? അപ്പൊ ഈ സൈഡും നിങ്ങൾ into 4 ചെയ്താൽ മതി. അപ്പൊ ആൻസർ എന്താ വരിക, 80 ആയിരിക്കും വരിക. അപ്പൊ ഈ രീതിയിലും നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് 40%. ഇനി ഇതിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം, വേറൊരു രീതിയിലും കൂടി ഇത് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് 40% ഓഫ് 2400, സോറി 40% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2400 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ 11% ഓഫ് എക്സ് എന്താന്ന് ചോദിച്ചു. എക്സ് എന്താന്നല്ല ചോദ്യം, 11% ഓഫ് എക്സ് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ 1-2 രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് 40% 2400 ആണ്. അപ്പൊ 10% എത്രയാ വരിക, 10% എന്ന് പറയുമ്പോൾ ബൈ 4. അപ്പൊ 2400 by 4 ചെയ്താൽ നിങ്ങൾക്ക് ഒരു 600 എന്ന് കിട്ടും. അപ്പൊ 1% എത്രയായിരിക്കും, 10% 600 ആണെങ്കിൽ 1% 60 അല്ലേ, ബൈ 10 ചെയ്താൽ പോരെ. 11% എന്ന് പറഞ്ഞാൽ 10 plus 1 അല്ലേ, 10%ഉം 1%ഉം കൂട്ടിയാലാണ് 11% എന്നാവും. അപ്പൊ 600ഉം 16 കൂട്ടിയ ആൻസർ 660 എന്ന് കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. 40% 2400 ആണ്. 40 into 60 ചെയ്താലല്ലേ 2400 ആവുക. കാരണം 4 into 6 ചെയ്താൽ 24 ആവും, പിന്നെ 2 0 2400. 40 into 60 ചെയ്താലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 11 into 60 ചെയ്താലും മതി. 11 into 60 ചെയ്താൽ എത്ര കിട്ടും, 660 എന്ന് കിട്ടും. അങ്ങനെയും കണ്ടുപിടിക്കാം. ഇതല്ലാണ്ട് വേറൊരു രീതിയിലും കൂടി കണ്ടുപിടിക്കാം. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. എസ്പെഷ്യലി പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. അപ്പൊ 40% 2400 ആണ്. അങ്ങനെയാണെങ്കിൽ 11% എത്രയാണെന്നാ ചോദ്യം. 11% ഞാനൊരു എ ആണെന്ന് വിചാരിച്ചു. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അതായത് 40 into A is equal to 11 into 2400. അപ്പൊ A is equal to 11 into 2400 by 40. ഇങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ചെയ്താലും എന്ത് കിട്ടും, ആൻസർ കിട്ടും. അപ്പൊ ഈ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 80% ഓഫ് 72 എന്ന് പറഞ്ഞാൽ, സോറി 80% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 72 ആണ്. അങ്ങനെയാണെങ്കിൽ 15% ഓഫ് എക്സ് ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 15% എന്ന് പറഞ്ഞാൽ 10%ഉം 5%ഉം കൂട്ടിയാലും മതി അല്ലെ. അപ്പൊ 80% 72 ആണെങ്കിൽ 10% എത്രയാ, by 8. അപ്പൊ 72 by 8 എന്ന് പറയുന്നത് 9 എന്ന് കിട്ടും. 5% എത്രയാ വരിക, 10%ന്റെ പകുതി. അപ്പൊ 9ന്റെ പകുതി 4.5. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 13.5%. സോറി 13.5 ആയിരിക്കും 15% ഓഫ് എക്സ്. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പെർസെന്റേജസ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ വേറൊരു കാര്യമാണ്, നിങ്ങൾക്ക് പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് 10% എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/10 ചെയ്താൽ മതി. 25% എത്രയാന്ന് ചോദിച്ചാൽ ആക്ച്വലി 25/100 ആണല്ലോ 25% എന്ന് പറഞ്ഞാൽ. ഇത് ഇങ്ങനെ 25 ക്യാൻസൽ ചെയ്താൽ 1/4 ആവും. അപ്പൊ 25% എന്ന് പറഞ്ഞാൽ 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ് എന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 25% ഓഫ് ഒരു നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ by 4 ചെയ്താലും മതി. അപ്പൊ ഫ്രാക്ഷൻസ് ഓർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കാൽക്കുലേറ്റ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് 25% ഓഫ് 16 എന്താന്ന് ചോദിച്ചാൽ 16/4 ചെയ്താൽ മതി, 4 ആയിരിക്കും ആൻസർ. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ നിങ്ങൾ കുറച്ച് ഫ്രാക്ഷൻസ് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് 20%, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിക്കുന്ന പെർസെന്റേജ്. അപ്പൊ അതിന്റെ ഫ്രാക്ഷണൽ ഫോം ഒന്ന് ഓർക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ഓക്കെ, 80% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും, 4/5 ആയിരിക്കും. 50% എന്ന് പറഞ്ഞാൽ എന്താണ്, 1/2 ആയിരിക്കും. 75% എന്ന് പറഞ്ഞാൽ മുക്കാ ഭാഗമല്ലേ, അപ്പൊ 3/4 ആയിരിക്കും.
ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതേപോലെ ഇതിനകത്ത് വരുന്ന പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഈ ഫ്രാക്ഷണൽ ഫോംസ് ആണ് എന്തൊക്കെ? 12.5%. 12.5% വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. 12.5% എന്ന് പറഞ്ഞാൽ 1/8 ആണ്. അപ്പൊ ഇതൊരു പോയിന്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ 12.5 ഒക്കെ വെച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 12.5% എന്ന് ക്വസ്റ്റ്യനിൽ കണ്ട 1/8 എന്ന് ചെയ്താൽ മതി. അതേപോലെ തന്നെ വരുന്നതാണ് 37.5%. 37.5% എന്ന് പറഞ്ഞാൽ 12.5ന്റെ ഇരട്ടി 25. അതൊന്നും വീണ്ടും ഒരു 12.5, അതായത് 12.5 into 3 ആണ് 37.5. അപ്പൊ 1/8 into 3 എന്ന് പറഞ്ഞാൽ 3/8 ആയിരിക്കും വരിക. അതേപോലെ 62.5 എന്ന് പറഞ്ഞ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 5/8 ആണ്. 87.5% എന്ന് പറഞ്ഞാൽ 7/8 ആണ്. അപ്പൊ ഈ കാര്യങ്ങളും കോമൺ ആയിട്ട് വരുന്ന പെർസെന്റേജസ് ആണ്. അതേപോലെ വരുന്ന ഒരു കോമൺ പെർസെന്റേജ് ആണ് 6.25%. 6.25% എന്ന് പറഞ്ഞാൽ എന്താ? 12.5ന്റെയും പകുതിയാണ്. അപ്പൊ 1/8ന്റെ പകുതി എന്ത് വരും? 1/16 വരും. അപ്പൊ ഈ രീതിയിലുള്ള കുറച്ച് പെർസെന്റേജസും കൂടി എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിത് റെക്കോർഡിംഗ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക? സൊല്യൂഷൻസ് നിങ്ങൾ നോക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ അതില് സുധാ സെക്യൂർഡ് 48% ഓഫ് രാധാസ് മാർക്ക്. രാധയുടെ മാർക്കിന്റെ അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതിനുശേഷം മാത്രം സൊല്യൂഷൻ നോക്കിയാൽ മതി. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാധയുടെ മാർക്കിന്റെ വിത്ത് റെസ്പെക്ട് ആണ് സുനിലിന്റെയും സുധയുടെയും മാർക്കിനെ കുറിച്ച് പറഞ്ഞത്. സുധയുടെ മാർക്ക് 48%ഉം സുനിലിന്റെ മാർക്ക് 60% ആണെന്നാ പറഞ്ഞത്. അത് രണ്ടും വിത്ത് റെസ്പെക്ട് രാധാസ് മാർക്കാ പറഞ്ഞത്. അപ്പൊ രാധയുടെ മാർക്ക് ഞാൻ അസ്യൂം ചെയ്യാൻ പോവാണ്. അസ്യൂം ചെയ്യുമ്പോൾ പെർസെന്റേജ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 100 അസ്യൂം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ഇത് KS ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. 2019 KS ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ സുധയുടെ മാർക്ക് രാധയുടെ മാർക്കിന്റെ 48. രാധയുടെ മാർക്ക് 100 ആണ്. അപ്പൊ സുധയുടെ മാർക്ക് എത്ര വരും? 48 എന്ന് വരും. അതേപോലെ സുനിലിന്റെ മാർക്ക് 60 എന്ന് വരും. വാട്ട് ഈസ് പി? ഇഫ് സുധാ സെക്യൂർഡ് P% ഓഫ് സുനിൽ മാർക്ക്. സുനിലിന്റെ മാർക്കിന്റെ എത്ര ശതമാനമാണ് സുധയുടെ മാർക്ക് എന്നാ ചോദ്യം. അല്ലെങ്കിൽ 60ന്റെ എത്ര പെർസെന്റേജ് ആണ് 48 എന്നാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 48/60 into 100 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് ചെയ്താൽ നിങ്ങൾക്ക് 80% എന്നാണ് കിട്ടുക. അപ്പൊ 80 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോ വേറൊരു ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അഗെയിൻ നിങ്ങൾ ഇത് വീഡിയോ പോസ് ചെയ്ത് ട്രൈ ചെയ്യുക. അതിനുശേഷം സൊല്യൂഷൻ നോക്കാം. A student has to secure 40% marks in an examination to pass. ഒരു കുട്ടിക്ക് 40% മാർക്ക് ഉണ്ടെങ്കിലാണ് പാസ് ആവാൻ പറ്റും. ആ കുട്ടിക്ക് 320 മാർക്ക് കിട്ടി. പക്ഷെ സ്റ്റിൽ ആ കുട്ടി ഫെയിലാ. 80 മാർക്കിന് ആ കുട്ടി ഫെയിലായി എന്ന് വെച്ചാൽ 320 കിട്ടിയിട്ടും 80 മാർക്കിന് ഫെയിലായി എന്ന് പറഞ്ഞാൽ 400 അല്ലേ പാസ് മാർക്ക്? 400 ആണ് പാസ് മാർക്ക്. ആ 400 ആയിരിക്കില്ലേ 40% മാർക്ക്? കാരണം 40% പാസ് മാർക്ക് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 40% 400 ആണെങ്കിൽ 100% എത്രയാണെന്നാണ് ചോദ്യം. മാക്സിമം മാർക്ക് 100% ആയിരിക്കും. അപ്പൊ 400 40% ആണെങ്കിൽ 40 into 10 അല്ലേ 400. അപ്പൊ 100 into 10 ചെയ്താൽ 1000 ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, തെറ്റാണല്ലോ? അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യനും PSCസിൽ ഇടയ്ക്ക് വരാറുണ്ട്. 22.5% ഓഫ് 400. അപ്പൊ ഇത് കാണുമ്പോൾ അയ്യോ ഭയങ്കര കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട്, മിക്സഡ് ഫ്രാക്ഷൻ ആണ്, അങ്ങനെ അതിന്റെ ഒന്നും പ്രശ്നമില്ല. 22.5 എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി 22.5 ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ മിക്സഡ് ഫ്രാക്ഷൻ ഫോം മാറ്റാം. മിക്സഡ് ഫ്രാക്ഷൻ ഫോം മാറ്റുമ്പോൾ 22 1/2ന്റെ മിക്സഡ് ഫ്രാക്ഷൻ ഫോം മാറ്റുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 into ഇവിടെ ഇങ്ങനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 22 + 1 divided by 2. അപ്പൊ 45/2 എന്നും വരും. ഒന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. 22.5% ഓഫ് അല്ലെ 45/2% ഓഫ് 400 എന്നാണ് ചോദിച്ചത്. ഓഫ് 400 ആണ് ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 2 0 വെട്ടിക്കളഞ്ഞിട്ട് ആൻസർ കണ്ടുപിടിച്ചാൽ പോരെ? ഇപ്പൊ 22.5 into 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 22.5ന്റെ ഇരട്ടിന്റെ ഇരട്ടി. 22.5ന്റെ ഇരട്ടി 45, 45ന്റെ ഇരട്ടി 90. ഇനി സോറി 90. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാ ചെയ്യുക? 45/2 into 4 ചെയ്താലും മതി. അല്ലോ, കണ്ടോ? നമ്മൾ 2 0 വെട്ടിക്കളഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇങ്ങനെ ചെയ്താലും 90 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി പെർസെന്റേജിൽ പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു പെർസെന്റേജ് കൂടിയിട്ടും പെർസെന്റേജ് ഇൻക്രീസ് ഡിക്രീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പൊ ഇതില് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഒന്നിന്റെ വില 25% കൂടി എന്നിട്ട് 20% കുറഞ്ഞു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാൻ നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്നിന്റെ വില ശരിക്കും ആദ്യം 100 ആണെന്ന് വിചാരിച്ചോ. അത് 25% കൂടിയ എന്തായി മാറി? 125/100 ആയി മാറി. പിന്നെ 20% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 80/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതും ക്യാൻസൽ ചെയ്യുന്നു.
നമുക്ക് എന്ത് കിട്ടും? 125 into 8 1000, 1000/10 100 തന്നെ വരും. അതായത് 100 ഉണ്ടായിരുന്ന സാധനം 100 തന്നെയാണ്. അതിന്റെ അർത്ഥം എന്താ? 25% കൂടുകയാണെങ്കിൽ 20% എന്നിട്ട് പിന്നെ കുറഞ്ഞാൽ അതേ ലെവലിൽ തന്നെ നിൽക്കും. ഒരു സാധനത്തിന്റെ വില ആദ്യം 25% കൂടി പിന്നെ 20% കുറയുകയാണെങ്കിൽ അതേ ലെവലിൽ തന്നെ നിൽക്കും. അപ്പൊ നിങ്ങൾ പല ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ടാവും. ഉദാഹരണത്തിന്റെ പെട്രോളിന്റെ വില 25% കൂടി, അങ്ങനെയാണെങ്കിൽ കൺസംഷൻ എത്ര കുറച്ചാലാണ് അയാളുടെ എക്സ്പെൻഡിച്ചർ അതേപോലെ നിൽക്കുക? അപ്പൊ 20% ആയിരിക്കും. ഈ 25% കൂടുക 20% കുറയുക എന്നുള്ള സാധനം വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അതായത് നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, 25% കൂടിയിട്ട് 20% കുറയുകയാണെങ്കിൽ ഒരേ ലെവലിലെത്തും. അതേപോലെ 20% കുറഞ്ഞിട്ട് 25% കൂടിയാലും അതേ ലെവലിലെത്തും. ഇതിൽ നിങ്ങൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 20% കൂടിയിട്ട് 25% കുറഞ്ഞാൽ സെയിം ലെവൽ അല്ല കേട്ടോ. മനസ്സിലായോ? അതായത് 25% കൂടിയിട്ട് 20% കുറഞ്ഞാലും, അല്ലെങ്കിൽ 20% കുറഞ്ഞിട്ട് 25% കൂടിയാലും ഒരേ ലെവലാണ്. പക്ഷെ 20% കൂടിയിട്ട് 25% കൂടിയാൽ അതല്ല. അത് ഓർക്കാൻ ഒരു എളുപ്പ വഴിയും കൂടി ഞാൻ പറഞ്ഞുതരാം. വലിയ സാധനം 25-ൽ 20-ൽ വലുത് 20 അല്ലേ, സോറി 25 അല്ലേ? ആ 25 എന്ത് ചെയ്യണം? കൂടണം കേട്ടോ. ഇവിടെ 25 കൂടുക. ചെറിയ സാധനം എന്താ 25-ലും 20-ലും? ചെറിയ സാധനം 20 ആണ്, അത് കുറയണം. അങ്ങനെയാണെങ്കിലാണ് സെയിം ലെവൽ ഉണ്ടാവുക. ഇവിടെ പക്ഷെ എങ്ങനെയാ? ചെറിയ സാധനമായിട്ടുള്ള 20 ആണ് കൂടുന്നത്, വലിയ സാധനം കുറയുക ചെയ്യുന്നത്. അപ്പൊ അത് സെയിം ലെവൽ അല്ല. തെറ്റല്ലേ? അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ ഇതിനെ നോക്കാൻ. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ ആക്ച്വലി അത് വെച്ചിട്ട് ഒറ്റയടിക്ക് ഈ ഒരു കാര്യം അറിയെങ്കിൽ, ഞാൻ അത് നോർമലിയും ചെയ്തുതരാം, പക്ഷെ ആ ഒരു കാര്യം അറിയെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. അതായത് രാജുവിന്റെ ഇൻകം 20% ലെസ് ദാൻ റഹീമാണ്. റഹീമിന് 20% കുറവാണ് രാജുവിന്റെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൗ മച്ച് പെർസെന്റേജ് ഇസ് റഹീംസ് ഇൻകം മോർ ദാൻ രാജുസ് ഇൻകം? അപ്പൊ 20% ഇങ്ങനെ കുറഞ്ഞു കിടക്കുക. അപ്പൊ എത്ര കൂടിയാൽ അതേ ലെവലിൽ എത്തുക? 25 ആയിരിക്കും അപ്പൊ ഇവിടുത്തെ ആൻസർ. മനസ്സിലായോ? 20 കുറഞ്ഞാൽ 20 കൂടിയാലാണ് സെയിം. അല്ലെങ്കിൽ ഇത് നോർമൽ രീതിയിൽ ചെയ്യാം. രാജുവിന്റെ ഇൻകം ഉണ്ട്, റഹീമിന്റെ ഇൻകം ഉണ്ട്. അപ്പൊ നമുക്ക് രാജുവിന്റെ ഇൻകം 20% ലെസ് ദാൻ റഹീമിന്റെ ഇൻകം. അപ്പൊ റഹീം 100 ആണെങ്കിൽ രാജു 80 ആയിരിക്കും അല്ലെ? 20% കുറയാന്ന് പറഞ്ഞാൽ 80. ചോദ്യം ഇത്രയേ ഉള്ളൂ. ഹൗ മച്ച് ഈസ് റഹീംസ് ഇൻകം മോർ ദാൻ? രാജു വെച്ച് നോക്കുമ്പോൾ റഹീമിന്റെ ഇൻകം എത്ര കൂടുതലാണ്? 20 കൂടുതലാണ്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, അവിടെ എന്താണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്? 20 ഡിവൈഡഡ് ബൈ രാജുവിനെ വെച്ച് നോക്കുമ്പോൾ റഹീമിന്റെ എത്ര കൂടുതൽ? അപ്പൊ രാജു ആണ് ബേസ്. ബൈ 100, 80 into 100 ഗ്രാം. ഇത് ചെയ്താലും 25 തന്നെ ആൻസർ. ക്ലിയർ ആണോ? അത് ഓർക്കുക. ഇനി നമുക്ക് ഇത് കണ്ടോ, ഇത് UPSC ഒരു ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ, നിങ്ങൾ പല എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടാവുക 25% കൂടിയിട്ട് 20% കുറഞ്ഞു എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, 25% കൂടി പിന്നെ 20% കുറഞ്ഞു, അപ്പൊ സെയിം ലെവലായി. പിന്നെ 10% കൂടി, അപ്പൊ എഫക്റ്റീവ്ലി 10% കൂടിയിട്ടുണ്ടാവും. 25% കൂടി 20% കുറഞ്ഞ അതേ ലെവലെത്തി. ആ ലെവലിന് 10% കൂടി, അപ്പൊ സെയിം ലെവലിന് 10 കൂടുന്നത്. അപ്പൊ എഫക്റ്റീവ്ലി 10 ആയിരിക്കും കൂടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യാം? ഇനീഷ്യലി 100 ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് 25% കൂടിയാൽ 125/100, 20% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 80/100, പിന്നെ 10% കൂടി എന്ന് പറഞ്ഞാൽ 110/100. ഇത് ചെയ്താൽ നിങ്ങൾക്ക് 100ഉം 100ഉം ക്യാൻസൽ ചെയ്യാം. ഈ ഒരു 0 ഒരു 0 ഒരു 0 ഒരു 0 ക്യാൻസൽ ചെയ്തു. 125 into 8 ചെയ്താൽ 1000 ആണ് കിട്ടുക. അത് ഓർക്കട്ടോ, 125 into 8 ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വരും. 125 into 8 ചെയ്താൽ 1000 ആണ് ഓർക്കുക. 2 0 2 0 ക്യാൻസൽ ആയി. 11 into 10 110. 100 ഉണ്ടായിരുന്ന സാധനം ഇപ്പൊ 110 ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ 10% ഇൻക്രീസ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതും UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. P scored 40 മാർക്സ് മോർ ദാൻ Q in. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓർക്കണം. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Qനെ വെച്ച് നോക്കുമ്പോൾ P scored 40 മാർക്ക് മോർ ആണ്. അപ്പൊ P - Q എന്ന് പറഞ്ഞാൽ 40 ആണ്. P ആണ് കൂടുതൽ. അതേപോലെ Q scored 10% ലെസ് മാർക്ക് ദാൻ P. അപ്പൊ P - Q എന്ന് പറഞ്ഞാൽ 10% ഓഫ് P ആണ്. വിത്ത് റെസ്പെക്ട് ടു P നോക്കുമ്പോൾ Qന്റെ മാർക്ക് 10% കുറവാണ് അല്ലെ? Pനെ വെച്ച് നോക്കുമ്പോൾ Qന്റെ മാർക്ക് 10% കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതേപോലെ തന്നെ Pയും Qയും തമ്മിലുള്ള ഡിഫറൻസ് 40 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കും P - Q നിങ്ങൾക്ക് വാല്യൂലും തന്നിട്ടുണ്ട്, P - Q പെർസെന്റേജിലും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് Pന്റെ 10% ആയിരിക്കും 40 എന്ന് വെച്ചാൽ P എത്രയായിരിക്കും? 100%. 10% 40 ആണെങ്കിൽ 100% ഇൻറ്റു 10 ചെയ്താൽ മതി. അപ്പൊ Pന്റെ മാർക്ക് 400 ആണ്. അങ്ങനെയാണെങ്കിൽ Qന്റെ മാർക്ക് എത്രയായിരിക്കും? 40 കുറവാണ് Pനെക്കാട്ടും, 360 ആയിരിക്കും. ഇവിടെ ചോദിച്ചത് Qന്റെ മാർക്കാണ്, അപ്പൊ 360 ആയിരിക്കും.
ക്ലിയർ ആണോ? അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോർമൽ രീതിയിലൊക്കെ ആലോചിച്ച് ചെയ്തത് കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പൊ ചില ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പെർസെന്റേജും തന്നിരിക്കുന്ന വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഓർക്കുക. ഇത് കണ്ടോ, പ്രൈസ് ഓഫ് എ പെട്രോൾ ഇൻക്രീസസ് ബൈ 25%. അങ്ങനെയാണെങ്കിൽ കൺസെപ്റ്റ് എത്ര കുറയ്ക്കേണ്ടി വരും? 20 ആയിരിക്കും. 25% കൂട്ടിയാൽ 20% കുറയ്ക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോ 25-20 ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. ഇനി അതല്ല എന്ന് വിചാരിക്കാം, ഇപ്പൊ പെട്രോളിന്റെ വില 100 ആയിരുന്നു, 25% കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വില 125 ആയി. ഇപ്പൊ 100 125 ആയി. ഇനി ഇതിന്ന് ഇങ്ങോട്ട് എത്ര കുറയ്ക്കണം എന്നാണ് ചോദ്യം. കൺസംഷൻ ഇതിന്ന് ഇങ്ങോട്ട് എത്ര കുറച്ചാലാണ് എക്സ്പെൻഡിച്ചർ റിമെയിൻ സെയിം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ഈ രീതിയിൽ ചെയ്താൽ മതി. അതായത് ഇത് നോർമലി നമ്മൾ ഇങ്ങനെ എക്സ്പെൻഡിച്ചർ 10 ലിറ്റർ പെട്രോൾ അടിക്കുന്നു എന്നൊക്കെ അസ്യൂം ചെയ്ത് ചെയ്യാം. പക്ഷെ അതിനെക്കാട്ടും നല്ലത് എന്താന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ 100 രൂപ ഉണ്ടായിരുന്ന പെട്രോൾ 125 ആയി. അപ്പൊ ഇതിന്ന് എത്ര കുറച്ചാലാണ് ഇതേ ലെവൽ എത്തുക എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ 25 കുറയ്ക്കണം വിത്ത് റെസ്പെക്ട് ടു 125. ഇത് ചെയ്താൽ മതി. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ 20% എന്നുള്ള രീതിയിൽ തന്നെയാണ് ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോവാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാലും എന്തുതന്നെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ പെർസെന്റേജിന്റെ തന്നെ കുറച്ചുകൂടി ഒരു അപ്ലിക്കേഷൻ ലെവലാണ്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോജിക്കലി ആയിരിക്കും. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാനൊരു ഷോപ്പ് കീപ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ 100 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഞാൻ 100 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചു. ഓക്കെ, ഞാൻ എന്നിട്ട് എന്റെ ഷോപ്പിൽ, അതായത് ഞാൻ വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്നത്, ഞാൻ ഷോപ്പിൽ വെക്കാൻ വേണ്ടി വാങ്ങിക്കുന്നത്, ഞാൻ 100 രൂപയ്ക്കാണ് ആ സാധനം. അപ്പൊ എന്റെ കോസ്റ്റ് പ്രൈസ് ആണ് 100 രൂപ. എന്റെ കോസ്റ്റ് പ്രൈസ് ആണ് 100 രൂപ. ഇനി ഞാൻ അവിടെ കൊണ്ടുപോയി 150 രൂപ അതിൽ എഴുതി ഒട്ടിച്ചു. അപ്പൊ ഞാൻ 100 രൂപ, എനിക്ക് ലാഭം വേണമല്ലോ വിൽക്കുമ്പോൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 150 രൂപ എന്ന് എഴുതി ഒട്ടിച്ചു അതിന്റെ മേലെ. എന്നിട്ട് എന്റെ ഷെൽഫിൽ കൊണ്ടുവച്ചു. അപ്പൊ 150 എന്റെ സെല്ലിംഗ് പ്രൈസ് ആണോ? ആവണമെന്ന് നിർബന്ധമില്ല. കാരണം ഞാൻ അതില് സെല്ല് ചെയ്തിട്ടില്ല. ഞാൻ എന്താ ചെയ്തത്, ആ ഷോപ്പിൽ അവിടെ ഷെൽഫിൽ കൊണ്ടുപോയിട്ട് ഇത് വെച്ച് 150 എന്ന് എഴുതി ഒട്ടിച്ചിട്ട്, നിങ്ങൾ എന്നെ ഓരോന്ന് വാങ്ങിക്കാൻ പോകുമ്പോൾ MRP അതിൽ കാണിക്കും. പക്ഷെ MRP തന്നെയാണോ നിങ്ങൾ എല്ലാം കൊടുക്കുന്നത്? ആവണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുമായിരിക്കും. അതിൽ എഴുതി ഒട്ടിച്ച വിലയ്ക്കൊന്നും ആയിരിക്കില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നത്, വാങ്ങിക്കുന്നത്. ആക്ച്വലി വിൽക്കുന്നത് ആ വിലയ്ക്കായിരിക്കില്ല. അപ്പൊ ഞാൻ 150 എന്ന് എഴുതി ഒട്ടിച്ചാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് മാർക്ക്ഡ് പ്രൈസ്. മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസ് ആണ് 150. ഇതേ വിലയ്ക്ക് ഞാൻ വിൽക്കണമെന്ന് നിർബന്ധമല്ല. ചിലപ്പോൾ ഇതേ വിലയ്ക്ക് തന്നെയായിരിക്കും വിൽക്കുന്നത്. ആ കേസിൽ മാർക്ക്ഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും സെയിം ആയിട്ട് വരികയും ചെയ്യാം. വേണമെങ്കിൽ അങ്ങനെ വരാം. പക്ഷെ ഇവിടെ അങ്ങനെ ആവണമെന്ന് നിർബന്ധമല്ല. അത് ഓർക്കുക നിങ്ങൾ. ചിലർ ഇത് എന്ത് ചെയ്യും, തെറ്റിദ്ധരിക്കും. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ 150 എന്ന് എഴുതി ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് ഒരാൾ വന്നു. പക്ഷെ ഇത് 150 രൂപയ്ക്ക് ആരും വാങ്ങാൻ തയ്യാറല്ല. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്യാം, ഞാൻ 30 രൂപ ഡിസ്കൗണ്ട് തരാം എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഓക്കെ ആയി. അപ്പൊ ഞാൻ എന്നിട്ട് 30 രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 120 രൂപയ്ക്ക് ഞാൻ ആ സാധനം വിറ്റു. അപ്പൊ അതാണ് എന്റെ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പൊ 150 മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസ് ആണ്. അതൊന്ന് ഞാൻ എന്ത് ചെയ്തു, 30 രൂപ കുറച്ചാണ് കൊടുത്തത്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. 30 രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് 120. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിഫറൻസ് ആദ്യം അറിഞ്ഞിരിക്കുക. ഇനി ഇതിനകത്ത് എനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? എന്താ സംഭവിച്ചിട്ടുള്ളത്? എനിക്ക് പ്രോഫിറ്റ് തന്നെയാണ്. ഈവൻ ദോ ഞാൻ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രോഫിറ്റാണ്. കാരണം എനിക്ക് 100 രൂപയെ കോസ്റ്റ് ആയിട്ടുള്ളൂ. സ്റ്റിൽ എനിക്ക് 120 രൂപ കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് എനിക്ക് പ്രോഫിറ്റ് ഉണ്ട്. എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട്? 100 ഉണ്ടായിരുന്ന സാധനം 120 രൂപയ്ക്കാണ് ഞാൻ വിൽക്കുന്നത്. അപ്പൊ എനിക്കൊരു 20 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രോഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ ആൻസർ വരിക? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. പ്രോഫിറ്റ് പെർസെന്റേജ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർസെന്റേജിൽ പറയണം. അപ്പൊ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് വിത്ത് റെസ്പെക്ട് ടു കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. കോസ്റ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പം ആണ് എനിക്ക് 20 രൂപ കൂടുതൽ കിട്ടുന്നത്, അല്ലെ? കോസ്റ്റ് പ്രൈസ് വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് എത്ര ലാഭമാണോ നഷ്ടമാണോ എന്ന്. അപ്പം പ്രോഫിറ്റ് പെർസെന്റേജിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യേണ്ടി വരും. നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഇങ്ങനെയല്ല നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുക. ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതിന് പകരം കുറച്ച് ഐഡിയ വെച്ചിട്ട്, കുറച്ച് ട്രിക്ക് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ലോജിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും. അത് അങ്ങനെയായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക ആക്ച്വലി. പക്ഷെ ഇവിടെ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഇനിയിപ്പോ ഞാൻ 100 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു, 150 രൂപ എഴുതി ഒട്ടിച്ചു വെച്ചു. പക്ഷെ ആരും വാങ്ങിക്കുന്നില്ല. അപ്പൊ ഞാൻ അവസാനം എന്ത് ചെയ്തു, വളരെ വില കുറച്ച് ഒരു 80 രൂപയ്ക്ക് ഞാൻ വിറ്റു എന്ന് വിചാരിച്ചു. ആ സാധനം സെല്ലിംഗ് പ്രൈസ് ഇപ്പൊ 80. അപ്പൊ എന്താ, എനിക്ക് നഷ്ടമാണ്. കാരണം 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം എനിക്ക് 80 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എനിക്ക് നഷ്ടമാണ് 20 രൂപ. അപ്പൊ അവിടെ എനിക്ക് അങ്ങനെയാണ് കേസ് എങ്കിൽ എനിക്ക് ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. എന്താ ലോസ്? ലോസ് ആകുമ്പോൾ എന്റെ കോസ്റ്റ് പ്രൈസ് ആണ് കൂടുതൽ, അല്ലെ? സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞുകൊണ്ടാണല്ലോ നഷ്ടം വരുന്നത്. അപ്പൊ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ് ലോസ് എന്ന് പറഞ്ഞത്. ലോസ് പെർസെന്റേജ് എന്തായിരിക്കും? അവിടെയും വിത്ത് റെസ്പെക്ട് ടു കോസ്റ്റ് പ്രൈസ് ആണ് പറയേണ്ടത്, ഇൻറ്റു 100. ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ മതി. ഇനി ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട്.
ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഡിസ്കൗണ്ട് എന്താ? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് 150 സെല്ലിംഗ് പ്രൈസ് 120. അപ്പം ഡിസ്കൗണ്ട് 30 രൂപ. അപ്പം ഡിസ്കൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്തായിരിക്കും? അപ്പം മാർക്കറ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു എന്താ അവിടെ വരിക? മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. കാരണം ഞാൻ മാർക്കറ്റ് പ്രൈസിന്റെ പുറത്താണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. നിങ്ങളിപ്പോ കടയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആദായ വിൽപ്പന 50% ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ? അപ്പൊ ഈ 50% ഡിസ്കൗണ്ട് എന്തിന്റെ പുറത്താണ് കൊടുക്കുന്നത്? അതിൽ എന്താണോ വില എഴുതി ഒട്ടിച്ചിട്ടുള്ളത് അതിന്റെ പുറത്താണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുക. അപ്പൊ നിങ്ങൾ ഒരു ഷർട്ട് എടുക്കാൻ പോകുമ്പോൾ ആ ഷർട്ടിൽ ഒരു 500 രൂപയാണ് കാണിക്കുന്നത്. ഷോപ്പ് കീപ്പർ പറഞ്ഞു 50% ഡിസ്കൗണ്ടിൽ തരാം എന്ന് പറഞ്ഞ് 250 രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനം തന്നാൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസിന്റെ പുറത്താണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അതിലാണ് നിങ്ങൾക്ക് ആ ഒരു 50% ഡിസ്കൗണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവിടെ മാർക്ക് പ്രൈസ് ഇൻറ്റു 100. അപ്പൊ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇതൊന്നും ഡീപ്പർ ആയിട്ട് പോകണ്ട. കാരണം ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെയൊന്നല്ല ചെയ്യാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയി നോക്കാം. ഇത് കഴിഞ്ഞ കൊല്ലം 2019 KS വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് നമുക്ക് നോക്കാം. എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ട്രൈ ചെയ്യണം, പോസ്റ്റ് ചെയ്യുക വീഡിയോ, എന്നിട്ട് എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക? സൊല്യൂഷൻ നോക്കുക. ഇപ്പൊ രാധിക സോൾഡ് ഹെർ ട്രെഡ്മിൽ ഓൺ OLX ടു എ കസ്റ്റമർ അറ്റ് എ ലോസ് ഓഫ് 6%. ഇപ്പൊ രാധിക എന്ത് ചെയ്തിട്ടുണ്ട്? OLX വിറ്റു. സാധനം വിറ്റ് കഴിഞ്ഞു, 6% നഷ്ടത്തിലാണ് വിറ്റത്. ഓക്കെ, ശരി. പക്ഷെ എന്നിട്ട് പറയുന്നുണ്ട് ഇഫ് ഷീ ഹാസ് സോൾഡ് ഇറ്റ് ഫോർ ₹1250 മോർ. അവള് 1250 രൂപയും കൂടി കൂടുതൽ ആയിട്ട് വിറ്റിരുന്നു എങ്കിൽ, അത്രയും കൂടി പൈസ എക്സ്ട്രാ വെച്ചിട്ട് വിറ്റിരുന്നു എങ്കിൽ അവർക്ക് 4% ഗെയിൻ ഉണ്ടായേനെ, എന്ന് വെച്ചാൽ 4% പ്രോഫിറ്റ് ഉണ്ടായേനെ. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ട്രെഡ്മിൽ എത്ര? അപ്പൊ ഇവിടെ നിങ്ങൾ നോർമലി ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ കേസിൽ ലോസ് പെർസെന്റേജ് ഇസ് ഈക്വൽ ടു 6 അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഒരുപാട് ടൈം എടുക്കും. അപ്പൊ ഇതിൽ നമ്മൾക്കൊരു ഐഡിയ ചെയ്യാം. മാത്രമല്ല ഈ മോഡൽ ക്വസ്റ്റ്യൻ ആണ് PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഡിഗ്രി ഫിലിംസ് ഒക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഞാനിപ്പം പറയാൻ പോകുന്ന ഐഡിയ യൂസ് ചെയ്താൽ മതി. അതായത് ഞാന് നമ്മുടെ കോസ്റ്റ് പ്രൈസിനെ ബേസ് ആക്കി വെക്കുന്നു. അപ്പൊ കോസ്റ്റ് പ്രൈസ് ആണ് 100% എന്ന് വിചാരിക്കും. കോസ്റ്റ് പ്രൈസ് ആണ് 100% എന്ന് വിചാരിക്കും. ഇവിടെ ആദ്യം 6% നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. 6% നഷ്ടം ഉണ്ടായി. അപ്പൊ 100% ഉണ്ടായിരുന്ന ഒരു സാധനം ഞാൻ വിറ്റപ്പം 6% നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് 94% രൂപയെ കിട്ടിയിട്ടുള്ളൂ എന്നാണ് അർത്ഥം. 6% നഷ്ടമായിപ്പോയി, ബാക്കി 94 കിട്ടിയിട്ടുള്ളൂ. അതാണ് ആദ്യം കിട്ടിയിരിക്കുന്ന സാധനം. എത്രയോ രൂപ നമുക്കറിയില്ല. അതിലാണ് അവൾ ഇപ്പൊ വിറ്റിട്ടുള്ളത്. രാധിക വിറ്റത് 94% രൂപയ്ക്കാണ്. എന്നിട്ട് പറഞ്ഞു ഇതിന്റെ കൂടെ ഒരു 1250 രൂപയും കൂടി എക്സ്ട്രാ വെച്ചിട്ടായിരുന്നു വിറ്റതെങ്കിൽ 4% ലാഭം കിട്ടിയേനെ. എന്ന് വെച്ചാൽ 104% കിട്ടിയേനെ എന്നാണ് അർത്ഥം അല്ലെ? 100% ഉള്ള സാധനത്തിന്റെ കൂടെ 4% ലാഭം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 104% എനിക്ക് കിട്ടിയേനെ. അതായത് 94 104 എന്ന് പറയുമ്പോൾ 10% കൂടുന്നത്. ആ 10% അല്ലേ 1250? അപ്പം ഈ ലെവലിന് 1250 വാല്യൂ വൈസ് 1250 കൂടിയാലാണ് ഈ ലെവലിൽ എത്തുക. ഈ ലെവലിന് പെർസെന്റേജ് 10% കൂടിയാലാണ് ഈ ലെവലിൽ എത്തുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 10% 1250 ആണ് എന്ന് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 100% എന്താണെന്നാണ് ചോദ്യം. കോസ്റ്റ് പ്രൈസ് എന്താണെന്നാണ് ചോദ്യം. കോസ്റ്റ് പ്രൈസ് 100% ആയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പൊ 10% 1250 ആണെങ്കിൽ ജസ്റ്റ് ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ എന്താ ആൻസർ വരിക? A ആണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത് നിങ്ങൾ നോർമൽ രീതിയിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പൊ എന്ത് ചെയ്യുക? ഈ രീതിയിൽ ഇതിനെ ചെയ്യും. അതേപോലെ ഇതും കഴിഞ്ഞ കൊല്ലം KS വന്ന ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. പേഴ്സൺ ബൈസ് ആൻ ഹൗസ് ഫോർ 15 lakh. 15 ലക്ഷത്തിന് വീട് വാങ്ങി 20 ലക്ഷത്തിന് മറച്ചു വിറ്റു. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും ആ വീട് പോയി വാങ്ങി 30 ലക്ഷത്തിന് തവണ വാങ്ങി. എന്നിട്ട് വീണ്ടും അയാൾ അത് 40 ലക്ഷത്തിന്. അപ്പൊ അയാൾ ഭയങ്കര ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തൊക്കെയോ. അങ്ങനെയാണെങ്കിൽ മൊത്തം പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് അയാളുടെ കോസ്റ്റ് പ്രൈസ് ആദ്യം 15 ആയിരുന്നു. പിന്നെ അയാൾക്ക് 20 ലക്ഷത്തിന് അത് വിറ്റു. പിന്നെ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും അയാളുടെ കോസ്റ്റ് പ്രൈസ് 30 വരുന്നുണ്ട്. അത് അയാൾ 40 ലക്ഷത്തിനാണ് വിൽക്കുന്നത്. അപ്പൊ മൊത്തം അയാളുടെ കോസ്റ്റ് പ്രൈസ് 45 ആണ്. മൊത്തം സെല്ലിംഗ് പ്രൈസ് 20 + 40 60 ആണ്. അപ്പൊ ഈ രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. അപ്പൊ അയാൾക്ക് എത്ര ലാഭം കിട്ടുന്നുണ്ട്? മൊത്തം 15 ലക്ഷം കിട്ടുന്നുണ്ട്. 45 ലക്ഷമാണ് അയാൾ മൊത്തത്തിൽ ചെലവാക്കുന്നത്. 15 ലക്ഷം ലാഭം അയാൾക്ക് മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആൻസർ എന്താ? 15/45 × 100 ചെയ്താൽ മതി. അപ്പൊ 15/45 എന്ന് പറയുമ്പോൾ 15 ക്യാൻസൽ ചെയ്താൽ 1/3 ആവും. 100/3 എന്ന് പറഞ്ഞാൽ 33.33% ആണ്. ആൻസർ എന്താണ്? ഇതാണ് വരും. ഓക്കെ.
നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്ക് നോക്കാം. എൻ ആർട്ടിക്കിൾ വാസ് സോൾഡ് അറ്റ് 10% ഗെയിൻ. അപ്പൊ കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് വിചാരിച്ചു. 100% ആണെങ്കിൽ 10% ഗെയിൻ എന്ന് പറഞ്ഞാൽ 110% കിട്ടി. എന്നിട്ട് പറയാ ഓക്കെ ഓക്കെ. അപ്പൊ ജസ്റ്റ് കറണ്ട് ജസ്റ്റ് ഒന്ന് പോയതായിരുന്നു കേട്ടോ, അതാണ് ഇടയ്ക്കൊന്ന് കട്ടായത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 10%-ത്തിലാണ് വിറ്റത്. അപ്പൊ നമ്മുടെ കോസ്റ്റ് പ്രൈസ് 100% ആണെങ്കിൽ, നമ്മുടെ കോസ്റ്റ് പ്രൈസ് 100% ആണെങ്കിൽ ഇപ്പൊ 110%-ത്തിനാണ് ആള് വിറ്റത്. അപ്പൊ 110%-ത്തിന് വിറ്റപ്പം ആ ഒരു ലെവൽ ഉണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ പറയാണ്, ഇഫ് ഇറ്റ് ഹാഡ് ബീൻ സോൾഡ് ഫോർ 250 മോർ, 250 രൂപ കൂടുതലായിട്ട് വിറ്റിരുന്നു എങ്കിൽ, അങ്ങനെയാണെങ്കിൽ 20% ലാഭം കിട്ടിയേനെ. എന്ന് വെച്ചാൽ 120% രൂപ കിട്ടിയേനെ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 10% ഈ ലെവലിൽ പെർസെന്റേജ് 10% കൂടുന്നുണ്ട്. ആ സമയത്ത് രൂപ വാല്യൂ 250 കൂടുന്നത്. അപ്പൊ എന്താണ് അർത്ഥം? 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 250 ആണ്. അങ്ങനെയാണെങ്കിൽ 100% എത്രയായിരിക്കും? 2500 ആയിരിക്കും. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ ചോദിച്ച പോലത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചോദിച്ചിട്ട് കണ്ടത് PSC. അപ്പൊ ഇത് നിങ്ങൾ ഈ രീതിയിൽ എന്ത് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഒരു ക്വസ്റ്റ്യനും ഈ മോഡൽ ക്വസ്റ്റ്യനും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ പറയുന്നത്, ഇത് രണ്ട് രീതിയിൽ ആലോചിക്കാം. കോസ്റ്റ് പ്രൈസ് ഓഫ് 15 പെൻസിൽ, 15 പെൻസിലിന്റെ കോസ്റ്റ് പ്രൈസ് 10 പെൻസിലിന്റെ സെല്ലിംഗ് പ്രൈസിനോട് ഈക്വൽ ആണ്. നിങ്ങൾക്ക് ഇത് രണ്ട് അപ്രോച്ച് എടുക്കാം. രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത്, ഒരു പെൻസിലിന്റെ കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ 15 പെൻസിലിന്റെ കോസ്റ്റ് പ്രൈസ് 15 × 100. ഇത് തന്നെയാണ് 10 പെൻസിലിന്റെ സെല്ലിംഗ് പ്രൈസിനോട് ഈക്വൽ. അപ്പൊ 10 × സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് അറിയില്ല, ഞാൻ എക്സ് എന്ന് എടുത്തു. അല്ലെ, ഇതല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് അസ്യൂം ചെയ്തിട്ട് വേണേൽ ചെയ്യാം. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 150 എന്ന് കിട്ടും. അപ്പൊ 100 രൂപയായിരുന്നു കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് 150, എന്ന് വെച്ചാൽ 50% ലാഭം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ലോജിക്കലി ആലോചിച്ച് നോക്കാം. 15 പെൻസിലിന്റെ പൈസ കിട്ടുന്നുണ്ട് അല്ലെ. 15 പെൻസിലിന് എത്രയായിരുന്നു കോസ്റ്റ് പ്രൈസ്? അത് തന്നെ 10 പെൻസിൽ വിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പൊ 10 പെൻസിലിന്റെ കോസ്റ്റ് പ്രൈസ് ആണ്, ഒരു മിനിറ്റ്, 10 പെൻസിലിന്റെ കോസ്റ്റ് പ്രൈസ്, 10 പെൻസിൽ വിൽക്കുമ്പോൾ 15 പെൻസിലിന്റെ പൈസ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? 10 പെൻസിൽ വിൽക്കുമ്പോഴാണ് കിട്ടുന്നത്. ഇത് ചെയ്താലും ആൻസർ കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റ്, വൈഫൈക്ക് ചെറിയ പ്രശ്നമുണ്ട്, കറണ്ട് പോയതുകൊണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ശരി. ഇനി ഇതും UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നോർമലി ചിന്തിക്കുകയാണെങ്കിൽ, നോർമലി ഇക്വേഷൻ ഒക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് ടൈം എടുക്കും. അതിന് പകരം നമുക്ക് ലോജിക്കലി പെട്ടെന്ന് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. എ പേഴ്സൺ ബ്രോട്ട് എ കാർ ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ 3 lakhs. അപ്പൊ എത്രയോ പൈസക്ക് വാങ്ങിയിട്ടുണ്ട്, 3 ലക്ഷത്തിനാണ് വിറ്റത്. സെല്ലിംഗ് പ്രൈസ് 3 ലക്ഷമാണ്. അങ്ങനെ വിറ്റപ്പം 20% നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 20% നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ 20% നഷ്ടം സംഭവിച്ചതിന് ശേഷമുള്ള പൈസയാണ് 3 ലക്ഷം. അപ്പൊ ഇയാളുടെ കോസ്റ്റ് പ്രൈസ് 100% ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അയാൾക്ക് എത്ര കിട്ടി? 20% നഷ്ടം സംഭവിച്ചിട്ട് അയാൾക്ക് 80% കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 80% 3 ലക്ഷം. അങ്ങനെയാണെങ്കിൽ 100% എത്രയാണെന്നാണ് ചോദ്യം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതിനേക്കാട്ടും എളുപ്പം ഒരു വഴി ഇവിടെ പറയാം. 80% 3 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ 100% ആവണമെങ്കിൽ ഈ 80%-ത്തിന്റെ കൂടെ ഒരു 20% കൂടി ആഡ് ചെയ്താൽ മതിയല്ലോ. 20% കൂടി ആഡ് ചെയ്താൽ 100% ആയല്ലോ. ഓക്കെ ആണല്ലോ? അപ്പൊ 80% 3 ലക്ഷമാണ്. 20% എത്രയാ? 80/4 അല്ലേ 20? അപ്പൊ ഇവിടെ 3 ലക്ഷം ബൈ 4 ചെയ്താൽ മതി. 3 ലക്ഷം ബൈ 4 എത്രയാ? 3 ലക്ഷത്തിന്റെ പകുതിന്റെ പകുതി. 3 ലക്ഷത്തിന്റെ പകുതി 1.5 ലക്ഷം. 1.5 ലക്ഷത്തിന്റെ പകുതി 75,000. ഓക്കെ. അപ്പൊ 80ഉം 20% കൂട്ടിയാൽ 100 ആവും. അപ്പൊ 3,75,000 കൂട്ടിയാൽ 3,75,000 ആൻസർ. ഓക്കെ ആണല്ലോ? 3,75,000 ആണ് അപ്പൊ അവിടുത്തെ ആൻസർ വരിക. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് ജനറലി ചോദിക്കുന്ന കുറച്ച് അല്ലാണ്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത സാധനം ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലിട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷന്റെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം.
ഓക്കെ, റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ, അതേപോലെ തന്നെ ഏജും. ഏജിലേക്ക് വരുമ്പോൾ ഏജിൽ കൂടുതലായിട്ട് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വെച്ചിട്ട് തന്നെ, ഏജ് സെപ്പറേറ്റ് ആയിട്ടല്ല ക്വസ്റ്റ്യൻ വരിക. അതായത് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏജിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലബ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഏജിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനും അതേപോലെ ആവറേജ് ഒക്കെ വെച്ചിട്ട്, അതൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പം പറയുന്നുണ്ട്. അപ്പൊ അതേ ഏജിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ വരുമ്പോൾ ഫസ്റ്റ് ഓർക്കേണ്ട ഒരു ചെറിയൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണേ വരാം. ഉദാഹരണത്തിന് A:B 1:2 ആണെന്ന് വിചാരിച്ചു. B:C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3:4 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ A:B:C എന്താണ് എന്ന ചോദ്യം വരും. അപ്പൊ ഇത് ചെയ്യാൻ ഒരു ട്രിക്ക് ഉണ്ട്. എന്ത് ചെയ്യാം, A:B 1:2 ആണ്, അതിങ്ങനെ എഴുതുക. B:C 3:4 ആണ്, അതിങ്ങനെ എഴുതുക. അതായത് ഇതിന്റെ താഴെ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ എഴുതുക. ഇനി നമുക്ക് ഇവിടെയും ഇവിടെയും ഓരോരുത്തരെ ഫില്ല് ചെയ്യണം. അപ്പൊ അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ആരാണോ തൊട്ടടുത്ത് ആരാണോ ഉള്ളത് അതെന്നെ അപ്പുറത്ത് ഫില്ല് ചെയ്യാം. ഇവിടെ 2 തന്നെ ഫില്ല് ചെയ്യാം. ഇവിടെ തൊട്ടടുത്ത് 3 ആളുള്ളത്, അപ്പൊ 3 തന്നെ ഫില്ല് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇത് കറസ്പോണ്ടിംഗ്ലി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 3 3 ആണ്, 2 × 3 6 ആണ്, 2 × 4 8 ആണ്. അപ്പൊ A:B:C എന്ന് പറഞ്ഞാൽ 3:6:8 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി ഇതേ സാധനം നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ രണ്ട് റേഷ്യോ തന്നെ, രണ്ടിലധികം റേഷ്യോ വന്നാലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനിപ്പോ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചോ. ഉദാഹരണത്തിന് A:B 1:2 ആണ്, B:C 2:3 ആണ്, C:D എന്ന് പറഞ്ഞാൽ 2:5 ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് A:B:C:D ചോദിച്ചാലും നിങ്ങൾക്ക് ഇതേ അപ്രോച്ച് എടുക്കാൻ പറ്റും. ആദ്യം 1 2 എന്ന് എഴുതുന്നു, പിന്നെ 2 3 എന്ന് എഴുതുന്നു, പിന്നെ 2 5 എന്ന് എഴുതുന്നു. അപ്പൊ നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടോ ഒക്കെ ഇതേപോലെ ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ എഴുതി പോയാൽ മതി. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇവിടെയൊക്കെ ആൾക്കാരെ ഫില്ല് ചെയ്യണം. ആരെ ഫില്ല് ചെയ്യണം? അടുത്തുള്ള ആളെ ഫില്ല് ചെയ്യണം. ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെയും 2 ഇവിടെയും 2 ഫില്ല് ചെയ്യാം. ഇവിടെ 3 ആയതുകൊണ്ട് ഇവിടെ 3 ഫില്ല് ചെയ്യാം. ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെ 2 ഫില്ല് ചെയ്യാം. ഇനി ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെയും 2 ഫില്ല് ചെയ്യാം. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 × 2 4:2, 2 × 2 × 2 എത്ര വരും? 8:2, 2 × 3 6 × 2 12:2, 2 × 3 6 × 5 30. പക്ഷെ ഇതായിരിക്കില്ല ഓപ്ഷനിൽ ഉണ്ടാവുക. അതായത് നിങ്ങൾ ഓർക്കേണ്ടത് റേഷ്യോ. ഇപ്പൊ ഞാൻ 2:5 എന്ന് പറഞ്ഞൊരു, അല്ലെങ്കിൽ 2:5 എന്ന് പറഞ്ഞൊരു റേഷ്യോ എഴുതാന്ന് വിചാരിച്ചു. ഈ റേഷ്യോനെ ഞാൻ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു. 2 വെച്ച് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി മാറി? 4:10 എന്നായി. ഈ 4:10 എന്ന് പറഞ്ഞ റേഷ്യോയും 2:5 എന്ന് പറഞ്ഞ റേഷ്യോയും സെയിം ആണ്. നിങ്ങൾ ഓർക്കേണ്ടത് ഒരു റേഷ്യോയിൽ ഏതെങ്കിലും സെയിം നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്താൽ റേഷ്യോ റിമെയിൻസ് സെയിം. നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അപ്രോച്ച് എടുക്കും, കുറച്ച് ഈസി ആക്കാം. അത് ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതിൽ മൊത്തം ഒരു 2 കോമൺ ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങളുടെ ഓപ്ഷനിൽ ഏറ്റവും ചെറിയ എല്ലാം ക്യാൻസൽ ഔട്ടൊക്കെ ചെയ്തിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും ആൻസറിൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 2 വെച്ച് വേണമെങ്കിൽ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ എന്താവും? 2:4:6:15 ആവും. അപ്പൊ ഇതായിരിക്കും എന്തുണ്ടാവുക? ഓപ്ഷനിൽ ഉണ്ടാവുക. അപ്പൊ അതും കൂടി ഒന്ന് ഓർക്കുക. അപ്പൊ റേഷ്യോയിൽ എന്ത് ചെയ്യുക? കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ഔട്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് ഈ റേഷ്യോ സെയിം തന്നെയാട്ടോ, സെയിമാ. പക്ഷെ ഓപ്ഷൻ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. കാരണം ഏറ്റവും ചെറിയ ഫോമാണ് ജനറലി ഓപ്ഷനിൽ കൊടുക്കുക. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ആക്ച്വലി ഡയറക്റ്റ്ലി ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യനിലൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. ഇതില് PS ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഇപ്പൊ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന്റെ കേസിൽ ഇപ്പം മിക്സ്റ്റേഴ്സ് വരും, മിക്സ്റ്റേഴ്സ് ആൻഡ് അലിഗേഷൻസും വരും. മിക്സ്റ്റേഴ്സ് ആൻഡ് അലിഗേഷൻസ് വരുമ്പോഴും ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ഐഡിയ ആണ് നിങ്ങൾ ജനറലി യൂസ് ചെയ്യേണ്ടത്. അത് ഞാൻ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ ഏജിന്റെ ക്വസ്റ്റ്യൻ ഇതേപോലെ ചോദിക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ പറയുന്നത് 2 numbers are in the ratio 3:5. രണ്ട് നമ്പർ തമ്മിലുള്ള റേഷ്യോ 3:5 ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈച്ച് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10. ഈച്ച് രണ്ട് നമ്പർ എന്ത് ചെയ്തു? 10 വെച്ച് കൂട്ടി. അങ്ങനെയാണെങ്കിൽ അവരുടെ റേഷ്യോ 5:7 ആയി. അങ്ങനെയാണ് നമ്പർ ഏതൊക്കെയാണ്. ഇത് ജനറലി നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നോർമൽ രീതിയിൽ ഒരു ട്രിക്കോ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ രണ്ട് നമ്പറിന്റെ റേഷ്യോ 3:5 ആണെങ്കിൽ ആ രണ്ട് നമ്പർ നമുക്ക് 3A എന്നും 5A എന്നും എടുക്കാം. കാരണം രണ്ട് നമ്പർ 3Aയും 5A ആണെങ്കിൽ റേഷ്യോ 3A:5A. അതിൽ Aയും ഞാൻ പറഞ്ഞു സെയിം വാല്യൂ ക്യാൻസൽ ചെയ്യാൻ പറ്റും. A കോമൺ ഉള്ളതുകൊണ്ട് അത് രണ്ട് ക്യാൻസൽ ചെയ്താൽ 3:5 തന്നെയായില്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? 3:5 ആണ് റേഷ്യോ എങ്കിൽ ഒരു നമ്പർ 3A ആണ്, മറ്റേ നമ്പർ 5A ആണെന്ന് വിചാരിക്കും. ഇനി അത് രണ്ട് നമ്പറും 10 വെച്ച് കൂട്ടി എന്നാ പറയുന്നത്. അപ്പൊ ഇതും 3A + 10 ആയി, ഇത് 5A + 10 ആയി. ആ സമയത്തുള്ള റേഷ്യോ എന്തായി മാറി? 5:7 ആയി. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് റേഷ്യോ, ഇപ്പൊ ഞാൻ രണ്ട് നമ്പറിന്റെ റേഷ്യോ, ഇപ്പൊ 15:20
ഇതിന്റെ റേഷ്യോ ഞാനിപ്പോ 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ 3:5 ആണ് അല്ലെ. 15 20 എന്നും പറഞ്ഞ നമ്പറിന്റെ റേഷ്യോ 4 ആണ്. 3:4 ആണ് 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ. അപ്പൊ ഇതിന്റെ അർത്ഥം 15/20 എന്ന് പറഞ്ഞാൽ 3/4 ആയിരിക്കും അല്ലെ. അതന്നെയല്ലേ നമ്മൾ ഇവിടെ 5 വെച്ച് ക്യാൻസൽ ചെയ്യുന്നു, ഇവിടെ 5 വെച്ച് ക്യാൻസൽ, അങ്ങനെയല്ലേ റേഷ്യോ കിട്ടുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3a + 10 ആയി ഒരു നമ്പർ, അടുത്ത നമ്പർ 5a + 10 ആയി. അപ്പൊ നമുക്ക് എന്താണ് റേഷ്യോ? 5:7 ആണ്. എന്നിട്ട് ഇതെല്ലാം സോൾവ് ചെയ്തിട്ട് എ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിച്ച ഫസ്റ്റ് നമ്പർ 3a ആണ്, സെക്കൻഡ് നമ്പർ 5a. അപ്പൊ നമുക്ക് രണ്ട് നമ്പറും കിട്ടും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, പക്ഷെ ഇത് കുറച്ച് ടൈം എടുക്കും. ഇതാണ് നോർമൽ രീതിയിൽ ഇത് ചെയ്യുന്നത്. പക്ഷെ ഇത് ഞാനൊരു ഈസി വേയിലൂടെ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഇനി ഇത് തന്നെയാണ് ഏജിലും വരുന്ന കോമൺ ക്വസ്റ്റ്യൻ. അതായത് ഏജ് എങ്ങനെയായിരിക്കും? ഞാൻ പറയാണ്, രണ്ട് പേരുടെ ഏജ് തമ്മിലുള്ള റേഷ്യോ 3:5 ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയാണ് 10 കൊല്ലം കഴിയുമ്പോൾ, അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 10 കൊല്ലം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രണ്ട് ആൾക്കാരുടെ ഏജ് തമ്മിലുള്ള റേഷ്യോ 3:5 ആണ്. 10 കൊല്ലം കഴിയാന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആളുടെ ഏജും 10 കൂടും, രണ്ടാമത്തെ ആളുടെ ഏജും 10 കൂടും. അപ്പൊ ഇവിടെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ അല്ലേ, രണ്ട് നമ്പറും 10 കൂടുന്ന പോലെ തന്നെയല്ലേ. ഏജ് 10 കൊല്ലം കഴിഞ്ഞാൽ രണ്ടാളുടെ ഏജും 10 കൂടി. ആ സമയത്ത് അവരുടെ റേഷ്യോ 5:7. അപ്പൊ അതേപോലത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്നിട്ട് അവരുടെ ഏജ് എന്താണ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഏജിലും ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ രണ്ടാണെങ്കിലും നിങ്ങൾ ഒരേ അപ്രോച്ച് എടുക്കുക. ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ റേഷ്യോന്റെ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ജനറലി ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് എന്താണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് എന്നൊരു കാര്യം ചെക്ക് ചെയ്യണം. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഒരാൾക്ക് 25 വയസ്സായപ്പോ ഒരു കുട്ടി ഉണ്ടായെന്ന് വിചാരിച്ചോ. അപ്പൊ ഒരാൾക്ക് എ എന്ന് പറഞ്ഞ ഒരാൾക്ക് 25 വയസ്സായപ്പോ ഒരു കുട്ടി ഉണ്ടായി. അപ്പൊ കുട്ടി ഉണ്ടായപ്പോൾ കുട്ടീന്റെ ഏജ് 0. 5 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഏജ് 30 ആയി, കുട്ടിയുടെ ഏജ് 5 ആവും. വീണ്ടും ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇയാളുടെ ഏജ് 35 ആവും, കുട്ടിയുടെ ഏജ് 10 ആവും. വീണ്ടും ഒരു 6 കൊല്ലം കഴിഞ്ഞാൽ ഇയാളുടെ ഏജ് 41 ആവും, കുട്ടീന്റെ ഏജ് 16 ആവും. ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ കേസിൽ ഇതന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്. 10 കൊല്ലം കഴിയുമ്പോൾ അല്ലെ 10 കൂട്ടുമ്പോൾ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണല്ലോ ഇത്. അപ്പൊ ഇവിടെയൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് എന്താ? നിങ്ങൾ നോക്കിയേ, ഇവിടെയൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് 25 - 20 എത്രയാ? 25 ആണ്. 30 - 5 എത്രയാ? 25 തന്നെയാണ്. 35 - 10 എന്താ? 25 തന്നെയാണ്. അപ്പൊ ഇവിടെയൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ഡിഫറൻസ് ആണ്. ഏജിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചാലും ഏജ് ഡിഫറൻസ് ആണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ രണ്ടാൾക്കാർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് അവർ ജനിച്ചത് തൊട്ട് മരിക്കുന്നവരെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് ഓർക്കുക നിങ്ങൾ. ഓക്കെ, ഏജ് ഡിഫറൻസ് ജനിച്ചത് തൊട്ട് മരിക്കുന്നവരെ എന്താണ്? സെയിം ആണ്. അപ്പൊ ഇവിടെ എന്താ സെയിം ആയിട്ട് നിൽക്കുന്നത്? ഡിഫറൻസ് ആണ് സെയിം ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഇത്രയാണ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് മനസ്സിലായി ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത്? ഡിഫറൻസ് ആണ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, എന്താണ് കോൺസ്റ്റന്റ് ആണെന്ന് ഓർക്കാൻ പറയാൻ കാരണം, വാട്ടറിന്റെയും ക്വസ്റ്റ്യൻ ഒക്കെ വിട്ടു. അപ്പൊ മിൽക്ക് ഈസ്റ്റ് വാട്ടർ റേഷ്യോ ഇപ്പൊ ഞാൻ പറയാണ് 2:3 ആണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയാണ് ഇതിലേക്ക് ഞാനൊരു 10 ലിറ്റർ മിൽക്ക് കൊണ്ടുപോയി ഒഴിച്ചു. 10 ലിറ്റർ മിൽക്ക് കൊണ്ട് 10 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു എന്ന് വിചാരിക്കും. 10 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. അപ്പം റേഷ്യോ ഒരു 5:10 ആയി, അല്ലെങ്കിൽ 5:11 ആയി എന്നൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? എന്താ കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കുന്നത്? അവിടെ മിൽക്കാണ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത്. കാരണം എന്താ? മിൽക്ക് നമ്മൾ ആഡ് ചെയ്യുന്നില്ല, നമ്മൾ വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ മിൽക്ക് എത്ര ഉണ്ടായിരുന്നോ ആദ്യം, അത്ര തന്നെ മിൽക്ക് ഇപ്പോഴും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അവിടെ ആരാ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത്? മിൽക്കാണ്. അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, എന്താണ് കോൺസ്റ്റന്റ്. അപ്പൊ ഈ മോഡൽ ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ കോൺസ്റ്റന്റ്? ഡിഫറൻസ് ആണ് കോൺസ്റ്റന്റ്. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ ഏജ് പോലെ ആയിട്ട് ചോദിച്ചാലും അവിടെ എന്താ കോൺസ്റ്റന്റ്? ഡിഫറൻസ് ആണ് കോൺസ്റ്റന്റ്. ഞാൻ ഇപ്പം പറഞ്ഞ എക്സാമ്പിളിൽ മിൽക്ക് ആയിരുന്നു കോൺസ്റ്റന്റ്. അപ്പൊ എന്താണ് കോൺസ്റ്റന്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം ഫസ്റ്റ്. ഇനി ആദ്യത്തെ റേഷ്യോ 3:5 ആണ്. പിന്നെ വന്ന റേഷ്യോ 5:7 ആണ്. അപ്പൊ 10 കൂടിയപ്പോഴാണ് ഇങ്ങനെയായി മാറിയത്. 10 കൂടിയപ്പോഴാണ് റേഷ്യോ ഇങ്ങനെയായി മാറിയത്. അപ്പൊ ഇവിടെ നമ്മൾ ഡിഫറൻസ് ആണ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസും കോൺസ്റ്റന്റ് ആക്കി വെക്കുക. മനസ്സിലായോ? അതായത് ഇവിടെ ഡിഫറൻസ് എന്താ വരുന്നത്? 5 - നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ ഈ നമ്പറിന്റെ സ്ഥലത്ത് 5ഉം ഈ നമ്പറിന്റെ സ്ഥലത്ത് 3ഉം ആണ്. ഇവിടെ 5 - 3 എത്രയാ? 2. ഇവിടെ 7 - 5 എത്രയാ? 2. ഓൾറെഡി എന്താണ്? കോൺസ്റ്റന്റ് ആണ് ഡിഫറൻസ് ഇവിടെ റേഷ്യോസിലുള്ള. ചില സമയത്ത് അങ്ങനെ വരില്ല, ചില സമയത്ത് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് കോൺസ്റ്റന്റ് ആക്കി മാറ്റണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തുതരാം. ഇവിടെ പക്ഷേ ഓൾറെഡി എന്താണ്? ഡിഫറൻസ് സെയിം ആണ്. മനസ്സിലായോ? ഡിഫറൻസ് സെയിം ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ റേഷ്യോസ് തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, 3 5 ആയി, ഇവിടെ 5 7 ആയി. അപ്പൊ ഇവിടെ 3 ആയിരുന്നു, ഇവിടെ അത് 5 ആയി, ഇവിടെ 5 ആയിരുന്നത് 7 ആയി. എന്ന് വെച്ചാൽ 2 പാർട്ടാണ് കൂടുന്നത്. അതായത് ഇവിടെ 5 പാർട്ട് ഉണ്ടായിരുന്നു, അത് 7 ആയി.
ഇവിടെ 3 പാർട്ട് ഉണ്ടായിരുന്നു, അത് 5 ആയി. അപ്പൊ 2 പാർട്ടാണ് ഇവിടെ കൂടുന്നത്. പക്ഷെ വാല്യൂ എത്രയാ കൂടിയത്? 10 കൂടിയത്. അപ്പൊ 2 പാർട്ട് ഈസ് ഈക്വൽ ടു 10 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ട് എത്ര വരും? 5 എന്ന് വരും. ക്ലിയർ ആണോ? അങ്ങനെയാണ് ആദ്യത്തെ നമ്പർ എത്രയാ? ആദ്യത്തെ നമ്പർ 3 പാർട്ടായിരുന്നു. 3 ഇൻറ്റു 5 15. രണ്ടാമത്തെ നമ്പർ 5 പാർട്ടായിരുന്നു. 5 ഇൻറ്റു 5 25. അപ്പൊ ഇതായിരിക്കും ആൻസർ വരിക. മനസ്സിലായോ? ഈ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ വേറെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. രണ്ട് നമ്പർ തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. അതിന്ന് 5 സബ്ട്രാക്ട് ചെയ്തു, 5 മൈനസ് ചെയ്തു. 5 മൈനസ് ചെയ്തപ്പോൾ റേഷ്യോ എന്തായി? 3:5 ആയി. അപ്പൊ നേരത്തെ പോലത്തെ ക്വസ്റ്റ്യനാ ഇത്. ഏജ് ആയിട്ടും ചോദിക്കാം. രണ്ടാൾക്കാരുടെ തമ്മിലുള്ള ഏജിന്റെ റേഷ്യോ 2:3 ആണ്. 5 കൊല്ലം മുന്നേ എന്ന് വെച്ചാൽ 5 സബ്ട്രാക്ട് ചെയ്യുന്നു. 5 കൊല്ലം മുന്നേ അവരുടെ റേഷ്യോ 3:5 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഏജ് എന്താണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാലോ. അപ്പൊ അങ്ങനെ ചോദിച്ചു. അപ്പൊ 5 കൊല്ലം മുന്നേ അല്ലെങ്കിൽ 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3:5. അപ്പൊ ഇവിടെ എന്ത് തന്നെയായിരിക്കും? ഡിഫറൻസ് ആയിരിക്കും കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ ഡിഫറൻസ് എത്രയാ? 3 - 2 1 ആണ് ഡിഫറൻസ്. ഇവിടെ ഡിഫറൻസ് എത്രയാ? 5 - 3 2 ആണ് ഡിഫറൻസ്. അപ്പൊ ഡിഫറൻസ് ഇവിടെ സെയിം അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് ആദ്യം കോൺസ്റ്റന്റ് ആക്കണം. ഡിഫറൻസ് കോൺസ്റ്റന്റ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ പറഞ്ഞു, ഒരു റേഷ്യോനെ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് സെയിം നമ്പർ വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും മൾട്ടിപ്ലൈ ചെയ്താൽ ആ റേഷ്യോ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ ഡിഫറൻസ് 1, ഇവിടെ ഡിഫറൻസ് 2 ആ. അപ്പൊ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ആയില്ലേ? അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ ഈ റേഷ്യോനെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇതെന്തായി മാറി? 4:6 ആയി. ഇവിടെ അതേപോലെ 3:5 ആണ്. മനസ്സിലായോ? ഇത് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി 2 ആണ്. ഇവിടെ നമ്മൾ 2 ആക്കി അല്ലേ? 6 - 4 2 അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഡിഫറൻസ് എന്ത് ചെയ്തു? ആദ്യം കോൺസ്റ്റന്റ് ആക്കി മാറ്റി. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെ ഈ റേഷ്യോ മറന്നേക്കണം. ആദ്യം എന്താണോ തന്നത് അത് മറക്കുക, അതില്ലാന്ന് ഓർക്കുക. അങ്ങനെ കെയർലെസ് ആവും. പിന്നെ നിങ്ങൾ ഈ റേഷ്യോ ഉപയോഗിക്കരുത്, ഈ റേഷ്യോ ഉപയോഗിക്കണം. കാരണം 4:6 എന്ന് പറഞ്ഞാലും 2:3 എന്ന് പറഞ്ഞാലും സെയിം റേഷ്യോ തന്നെയാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്? ഡിഫറൻസ് സെയിം ആക്കാൻ വേണ്ടി ആ റേഷ്യോനെ കുറച്ച് മാറ്റം വരുത്തിയെന്നുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, 6 5 4 3 എന്ന് വെച്ചാൽ ഒന്നാണ് കുറയുന്നത്, ഒരു പാർട്ടാണ് കുറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞു 5 കുറയുന്നത്. അപ്പൊ ഒരു പാർട്ടായിരിക്കും 5 എന്ന് വെച്ചാൽ 4 പാർട്ട് എന്ന് പറഞ്ഞാൽ 5 × 4 20, 6 പാർട്ട് എന്ന് പറഞ്ഞാൽ 30. അപ്പൊ ഫസ്റ്റ് നമ്പർ 20 ആണ്, സെക്കൻഡ് നമ്പർ 30 ആണ്. ഫസ്റ്റ് നമ്പർ എന്താണെന്നാ ചോദിച്ചത്? അപ്പൊ ആൻസർ എന്ത് വരും? 20 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ രീതിയിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിങ്ങനെ ചിലപ്പോൾ ചോദിക്കാം, 5:7 ഈസ് ഈക്വൽ ടു x:35. അതിന്റെ അർത്ഥം എന്താ? 5/7 ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. 5/7 ആണ് ഇവിടെ 5:7 എന്ന് പറഞ്ഞാൽ 5/7 ഈസ് ഈക്വൽ ടു x/35 ചെയ്തിട്ട് x കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം, ഈ റേഷ്യോന്റെ കൂടെ സെയിം നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന റേഷ്യോ ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ 7ന്റെ കൂടെ 5 അല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് 35 ആവുന്നത്. അപ്പൊ 5ന്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്താലല്ലേ x കിട്ടുക? 5ന്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്താൽ 25. ആ രീതിയിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു, നമ്മളിപ്പം പറഞ്ഞ ഐഡിയ തന്നെ നിങ്ങൾക്ക് എന്തിൽ യൂസ് ചെയ്യാം? മിക്സ്ചേഴ്സിലും യൂസ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ മിക്സ്ചേഴ്സിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഐഡിയ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ഇപ്പൊ ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തരാന്ന് വിചാരിച്ചോ. ഒരു കണ്ടെയ്നറിൽ മിൽക്ക് ഈസ്റ്റ് വാട്ടർ റേഷ്യോ 3:4 ആണ്. ഇതിലേക്ക് ഞാൻ 14 ലിറ്റർ വെള്ളം ഒഴിച്ചു, 14 ലിറ്റർ വാട്ടർ ഒഴിച്ചു. അപ്പൊ റേഷ്യോ 2:5 ആയി മാറി. അങ്ങനെയാണെങ്കിൽ ആദ്യം മിൽക്കിന്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയായിരുന്നു? എന്ത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പൊ ഇവിടെ എത്രയേ ഉള്ളൂ? ഇവിടെ ആരാണ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത്? മിൽക്ക് ഈസ്റ്റ് വാട്ടർ 3:4 ആണ്. 14 ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചു, അപ്പൊ 2:5 ആയി മാറി. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ വാട്ടർ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മിൽക്കിന്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുന്നില്ല. അപ്പൊ ആരാ കോൺസ്റ്റന്റ്? മിൽക്ക് ആണ് കോൺസ്റ്റന്റ്. അപ്പൊ ഞാൻ മിൽക്കിന്റെ അവിടുത്തെ റേഷ്യോ നോക്കുക. നേരത്തെ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് നമ്മൾ റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ് കോൺസ്റ്റന്റ് ആക്കി മാറ്റി. അപ്പൊ ഇവിടെ എന്തിനാണ് നിങ്ങൾ കോൺസ്റ്റന്റ് ആക്കി മാറ്റേണ്ടത്? മിൽക്കിന്റെ റേഷ്യോനെയാണ്, അല്ലെങ്കിൽ മിൽക്കിനെയാണ് കോൺസ്റ്റന്റ് ആക്കി മാറ്റേണ്ടത്. ഇവിടെ മിൽക്കിന്റെ സ്ഥലത്ത് 3 ആണ്, ഇവിടെ മിൽക്കിന്റെ സ്ഥലത്ത് 2 ആണ്. അപ്പൊ ഇതിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കുക. അതിന് എന്ത് ചെയ്താൽ മതി? ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ. അപ്പം 2 6 ആവുമല്ലോ. അപ്പൊ ഈ റേഷ്യോനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്തായി മാറി? 6:8 ആയി. ഇതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6:3 × 5 15 ആയി മാറി. പിന്നെ നിങ്ങൾ ഈ റേഷ്യോ മറന്നേക്കുക. പിന്നെ നമ്മൾ ഈ പുതിയ റേഷ്യോ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയേ, മിൽക്ക് 6 ഉണ്ടായിരുന്നത് ഇപ്പോഴും 6 ആണ്, കോൺസ്റ്റന്റ് ആണ്, മിൽക്ക് ആഡ് ആവുന്നില്ല. എന്നാൽ വെള്ളം 8 ഉണ്ടായത് 15 ആയി. എന്ന് വെച്ചാൽ 7 പാർട്ട് കൂടിയിട്ടുണ്ട് വെള്ളം. നമ്മൾ 14 ലിറ്റർ വെള്ളം ഒഴിക്കുന്നത്, അപ്പൊ 7 പാർട്ട് ആയിരിക്കില്ലേ 14 ലിറ്റർ എന്ന് പറഞ്ഞാൽ? അപ്പൊ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 14/7 2 ലിറ്റർ അല്ലേ? അപ്പൊ ഒരു പാർട്ട് 2 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 6 പാർട്ട് എത്രയാ? 6 × 2 12 ലിറ്റർ. അപ്പൊ ആദ്യം എത്ര മിൽക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 12 ലിറ്റർ മിൽക്ക് ആണ് ആ കണ്ടെയ്നറിലുള്ളത്. 6 പാർട്ടാണ്, 6 × 2 12 ആണ്.
ആദ്യം എത്ര വെള്ളം ഉണ്ടായിരുന്നു അവിടെ? 8 പാർട്ട് ഉണ്ടായിരുന്നു വെള്ളം. അപ്പൊ 8 into 2 16 ലിറ്റർ ആണ് വെള്ളം ഉണ്ടായിരുന്നത്. മൊത്തം ആ കണ്ടെയ്നറിൽ ആദ്യം എത്ര ലിറ്റർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 6+8 മൊത്തം 14 പാർട്ട് ഉണ്ട്. 14 into 2 28 ലിറ്റർ ഉണ്ടാവും. അപ്പൊ പിന്നെ എന്താണോ ചോദ്യം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആ പാർട്ട് ആദ്യം ഒരു പാർട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുക, അതിനുശേഷം എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി തരാം. മിൽക്ക് ഈസ്റ്റ് വാട്ടർ റേഷ്യോ 2:1 ആണെന്ന് വിചാരിക്കുക. പിന്നെ അതിലേക്ക് ഞാൻ 10 ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തു എന്ന് വിചാരിക്കും. ഞാൻ മിൽക്കാണ് ആഡ് ചെയ്യുന്നത്, 10 ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തു. അപ്പൊ റേഷ്യോ 5:2 ആയി മാറി. അപ്പൊ ഇവിടെ ആരാ കോൺസ്റ്റന്റ്? ഇവിടെ മിൽക്കാണ് ഞാൻ ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് വെള്ളമാണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്. ആദ്യത്തെ റേഷ്യോയിൽ വെള്ളത്തിന്റെ സ്ഥാനത്ത് 1 പാർട്ടാണ്, ഇവിടെ 2 പാർട്ടാണ്. രണ്ടും സെയിം ആക്കാൻ ഈ റേഷ്യോനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്തായി മാറി? 4:2 5:2 ആയി മാറി. അപ്പൊ ഈ റേഷ്യോ മറക്കുക, പിന്നെ ഇത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ വെള്ളം 2 പാർട്ട്, ഇവിടെയും 2 പാർട്ട് കോൺസ്റ്റന്റ് ആണ്. മിൽക്ക് പക്ഷെ 4 ഉണ്ടായിരുന്നത് 5 ആയി, എന്ന് വെച്ചാൽ ഒരു പാർട്ട് മിൽക്ക് കൂടി. അപ്പൊ ഒരു പാർട്ട് മിൽക്ക് ആയിരിക്കും 10 ലിറ്റർ മിൽക്ക്. അപ്പൊ ഒരു പാർട്ട് 10 ലിറ്റർ ആണ്. അപ്പൊ മിൽക്കിന്റെ ക്വാണ്ടിറ്റി ആദ്യം എത്ര ഉണ്ടായിരുന്നു? 4 പാർട്ട്. 4 into 10 40 ലിറ്റർ മിൽക്ക് ഉണ്ടായിരുന്നു. എത്ര വെള്ളം ഉണ്ട് അവിടെ? 2 into 10 20 ലിറ്റർ വെള്ളം ഉണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്? 6 പാർട്ട്. 4+2 6 പാർട്ട്. 6 into 10 60 ലിറ്റർ ആണ് മൊത്തം ഉണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ മിക്സ്ചേഴ്സിന്റെ നല്ല ഡീപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ കുറച്ചുകൂടി പാടാണ്. പക്ഷെ ഇങ്ങനത്തെ രീതിയിലാണ് ജനറലി PSC ചോദിക്കുക. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ആലോചിച്ചിട്ട് ചെയ്യാം. ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടി കോമൺ ആയിട്ട് ചോദിക്കും. അതായത് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ എ സ്കൂൾ ലബോറട്ടറി 2 ഡൈല്യൂട്ടഡ് ആസിഡ്സ്, ഒരു 60% ആസിഡ് സൊല്യൂഷൻ ഉണ്ട്. ഇപ്പൊ 60% ആസിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പണ്ട് സ്കൂളിൽ കെമിസ്ട്രി ലാബിലൊക്കെ ഇങ്ങനെ ഓരോ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആസിഡ്, ഡൈല്യൂട്ടഡ് ആസിഡ് എന്നൊക്കെ പറയാറുണ്ട്. എന്താ ഡൈല്യൂട്ടഡ് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് വെള്ളം ഒഴിക്കുന്നതാണ്. 60% ആസിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിനകത്ത് മൊത്തം 100 ലിറ്റർ ഉണ്ടെങ്കിൽ അതിൽ 60 ലിറ്റർ ആസിഡും അതേപോലെ തന്നെ ബാക്കി 40 ലിറ്റർ എന്തായിരിക്കും? വെള്ളമായിരിക്കും. ഇതാണ് കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ ആ 60% ആസിഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മൊത്തം 100 ലിറ്ററിൽ 60 ലിറ്റർ വെള്ളമാണ്, 60 ലിറ്റർ ആസിഡ് ആണ്. അതാണ് 60% സൊല്യൂഷൻ. വേറെ ഒരു 44% സൊല്യൂഷൻ ഉണ്ട്. അതായത് മൊത്തം 100 ലിറ്ററിന്റെ അതിൽ 44 ലിറ്റർ ആസിഡ് ആണ്. ഇങ്ങനത്തെ 2 സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് എക്സ്പെരിമെന്റിന് കറക്റ്റ് 50% ആസിഡ് സൊല്യൂഷൻ വേണം. അത് നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തുനിന്ന് കുറച്ചെടുക്കണം. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് 50% സൊല്യൂഷൻ ഉണ്ടാക്കണം. ആ റേഷ്യോ ഓഫ് മിക്സിംഗ് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഇത് ചെയ്യാൻ ഇത്രയും ചെയ്താൽ മതി. സിമ്പിൾ ആണ്. 60% ആസിഡ് സൊല്യൂഷൻ ഉണ്ട്, 44% ആസിഡ് സൊല്യൂഷൻ ഉണ്ട്, നമുക്ക് 50% സൊല്യൂഷനാണ് വേണ്ടത്. ഞാൻ ആവറേജ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ അന്ന് അവിടെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് റേഷ്യോയിലും വർക്ക് ആവും എന്ന് പറഞ്ഞായിരുന്നു. അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ രീതിയിൽ ചെയ്യാം. 60 - 50 ചെയ്താൽ 10 ആണ്. 50 - 44 ചെയ്താൽ 6 ആണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? മിക്സ് ചെയ്യേണ്ട റേഷ്യോ 6:10 ആണ്. അവിടെ 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്താവും? 3:5 എന്നായി മാറും. ആൻസർ എന്താണ്? 3:5 ആണ്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഡയറക്റ്റ് 60-44 എന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ എടുത്തത്. ഇത് ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി കാണിച്ചു തരാം. അത് കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അത് ചെയ്യാം നമുക്ക്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് വരാം. ഇപ്പൊ ഇതിലും സിമിലർ ക്വസ്റ്റ്യനാ. ഈ ക്വസ്റ്റ്യനും നേരത്തെ ചോദിച്ച അതേ സിമിലർ ക്വസ്റ്റ്യനാ. പക്ഷെ ഇവിടെ പെർസെന്റേജ് സൊല്യൂഷൻ എന്നുള്ള പോലെ തന്നു. പക്ഷെ ഇവിടെ റേഷ്യോ ആ തന്നെ. ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മിൽക്ക് ഈസ്റ്റ് വാട്ടർ റേഷ്യോ വെസൽ എയിൽ 4:3 ആണ്. രണ്ടാമത്തെ വെസലിൽ 2:3 ഉണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് കുറച്ചെടുക്കണം, ഇതൊന്നും കുറച്ചെടുക്കണം. എന്നിട്ട് ഏതോ ഒരു റേഷ്യോയിൽ അത് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് വേണം? ഇൻ വാട്ട് റേഷ്യോ ദ ലിക്വിഡ്സ് ഇൻ ബോത്ത് വെസൽ നീഡ് ടു ബി മിക്സ്ഡ് ടു ഒബ്റ്റെയിൻ എ മിക്സർ കൺസിസ്റ്റിംഗ് ഓഫ് ഹാഫ് മിൽക്ക് ഹാഫ് വാട്ടർ. അപ്പം നമുക്ക് കിട്ടുന്ന മിൽക്കിൽ ഹാഫ് മിൽക്കും ആയിരിക്കണം, ഹാഫ് വാട്ടറും ആയിരിക്കണം. രണ്ടും ഈക്വൽ ആയിരിക്കണം മിൽക്കും വാട്ടർ. എന്ന് വെച്ചാൽ 1:1 സൊല്യൂഷൻ ഉണ്ടാക്കണം. ഇവിടെ ഇത്രയേ ഉള്ളൂ. 4:3 സൊല്യൂഷനും കുറച്ചെടുക്കണം, 2:3 സൊല്യൂഷനും കുറച്ചെടുക്കണം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ 1:1 സൊല്യൂഷൻ ഉണ്ടാക്കണം. അപ്പൊ മിക്സിംഗ് റേഷ്യോ എന്താണ്? ഇതാണ് ചോദ്യം. അപ്പൊ ഇത് നേരത്തെ സിമിലർ ചോദ്യം അല്ലേ? 60% ആസിഡ് സൊല്യൂഷൻ ഉണ്ട്, 44 ഉണ്ട്. അത് മിക്സ് ചെയ്തിട്ട് ഒരു 50% അതേപോലത്തെ ക്വസ്റ്റ്യൻ ആയത്. പക്ഷെ ഇവിടെ പ്രോബ്ലം എന്താ? ഇവിടെ റേഷ്യോയിലും മറ്റേത് പെർസെന്റേജിലാണ് തന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. ഇവിടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം 4 + 3 7 ഭാഗം. 7 ഭാഗത്തിൽ 4 ഭാഗമാണ് ആദ്യത്തേല് മിൽക്ക് ഉള്ളത്. രണ്ടാമത്തേല്
മൊത്തം 2+3 5 ഭാഗത്തിൽ 3 ഭാഗമാണ് മിൽക്ക് ഉള്ളത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് 1:1 റേഷ്യോയിലാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ മൊത്തം 2 ഭാഗത്തിൽ 1 ഭാഗം മിൽക്ക് വരുന്ന സാധനം ഉണ്ടാക്കണം. ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെയാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. അപ്പൊ ഇവിടെ പക്ഷെ ഒരു പ്രോബ്ലം എന്താ, ഇവിടെ പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്റർ എല്ലാം ഡിഫറെന്റാ. നേരത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി നമ്മൾ ഇങ്ങനെ തന്നെയാ ചെയ്തത്. പക്ഷെ നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ മൊത്തം 100 ഭാഗത്തിൽ 60 ഭാഗമായിരുന്നു ആദ്യ ആസിഡ്, രണ്ടാമത്തേല് മൊത്തം 100 ഭാഗത്തിൽ 44 ഭാഗം ആസിഡ് ആയിരുന്നു. അതാണല്ലോ 44%. നമുക്ക് കിട്ടേണ്ടത് 100 ഭാഗത്തിൽ 50 ഭാഗം ആസിഡ് ഉള്ള ഒരു സൊല്യൂഷനാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയതുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻ ഈസി. അപ്പൊ നിങ്ങൾ ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യാതെ തന്നെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തേ, അങ്ങനെ ചെയ്തപ്പോൾ ആൻസർ കിട്ടിയില്ലായിരുന്നോ? അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യണമെന്നില്ല. പക്ഷെ ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ എടുക്കേണ്ടി വരും. സോറി, ഫ്രാക്ഷൻസിന്റെ ഡിഫറൻസ് എടുക്കേണ്ടി വരും. അത് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. അത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആക്കുക. ഇവിടെ 7 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 2 ഉണ്ട് ഡിനോമിനേറ്റേഴ്സ്. ഇതെല്ലാം സെയിം ആക്കുക. 7-ന്റെയും 5-ന്റെയും 2-ന്റെ LCM ആക്കി കൊടുക്കുക. 7-ന്റെയും 5-ന്റെയും 2-ന്റെ LCM എന്ന് പറഞ്ഞാൽ 7 × 5 35 × 2 70. അപ്പൊ 70 ആക്കുക നമ്മൾ. എല്ലാ ഡിനോമിനേറ്ററും ഞാൻ 70 ആക്കാൻ പോവാ. അപ്പൊ ഇവിടെ 70 ആക്കണം × 10, അപ്പൊ മേലെയും × 10. ഇവിടെ 70 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെയും ഇപ്പൊ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 70 ആക്കണമെങ്കിൽ 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മേലെയും 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്തായി മാറി, ഇവിടെ 40 ആയി. ഇവിടെ 14 × 3 എന്ന് പറയുമ്പോൾ 14 × 2 28, 28 + 14 42 ആയി. ഇവിടെ 35 ആയി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് ചെയ്യാം. കാരണം ഡിനോമിനേറ്റർ സെയിം ആയാൽ പിന്നെ ഡയറക്റ്റ് അങ്ങ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 5 എന്ന് കിട്ടും. 40 - 35 5 ആണ്. 42 - 35 7 ആണ്. അപ്പൊ ആൻസർ എന്താ, 7:5. മനസ്സിലായോ? അപ്പൊ ഫ്രാക്ഷൻസ് വെച്ചും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഫ്രാക്ഷൻസ് വെച്ച് ചെയ്യുമ്പോൾ പിന്നെ കുറച്ചുകൂടി കോംപ്ലക്സ് ആവും സാധനം. അത് ഒഴിവാക്കാൻ ഡിനോമിനേറ്റർ സെയിം ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് ചെയ്യാം. ഓക്കെ ആണോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പൊ ഇത് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഒരു കാര്യം കൂടി, നമുക്ക് ഞാൻ പറഞ്ഞു ഏജിന്റെ ക്വസ്റ്റ്യനും കൂടി നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. റേഷ്യോ ഓഫ് മദേഴ്സ് ഏജ് ടു സൺസ് ഏജ്. മദറിന്റെ ഏജും സണ്ണിന്റെ ഏജും തമ്മിലുള്ള റേഷ്യോ 11:6 ആണ്. 5 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇത് കേസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. കേസിൽ ചോദിച്ചത് ഇതേപോലെ തന്നെയാണ്. 5 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ -5 ചെയ്യുമ്പോൾ മദേഴ്സ് ഏജ് വാസ് ഡബിൾ ദ ഏജ് ഓഫ് സൺ എന്ന് വെച്ചാൽ 2:1 ആണ് റേഷ്യോ. ഡബിൾ എന്ന് പറഞ്ഞാൽ 2:1 അല്ലേ, ഇരട്ടിയല്ല, 2:1 ആണ് റേഷ്യോ. അപ്പൊ നമുക്ക് ഇവിടെ ഏജിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഏജ് ഡിഫറൻസ് ആണ് കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഡിഫറൻസ് 11 - 6 എത്രയാ, 5 ആണ്. ഇവിടെ ഡിഫറൻസ് 2 - 1 1 ആണ്. അപ്പൊ ഇതിനെ ഡിഫറൻസ് സെയിം ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 11:6 ആദ്യത്തെ റേഷ്യോ. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10:5 കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കിയേ, 11 - 6 5 ഡിഫറൻസ്, 10 - 5 5 എന്ന ഡിഫറൻസ്. അപ്പൊ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയില്ലേ? അപ്പൊ ഇവിടെ എന്താ, 11 10 ആയി, 6 5 ആയി. എന്ന് വെച്ചാൽ ഒരു പാർട്ടാണ് കുറയുന്നത്. പക്ഷെ വയസ്സ് എത്ര കുറയുന്നുണ്ട്, 5 കുറയുന്നുണ്ട്. 5 years ago അല്ലേ, അപ്പൊ 5 കുറയുന്നുണ്ട്. അപ്പൊ എന്താണ്, 1 part is equal to 5 ആണ്. അപ്പൊ അമ്മയുടെ ഏജ് 11 പാർട്ടാണ്. അപ്പൊ അമ്മയുടെ ഏജ് 55 ആണ്. 11 × 5 55. മോന്റെ ഏജ് 6 പാർട്ടാണ്. 6 × 5 30. ക്വസ്റ്റ്യൻ ഇനി എന്താ നോക്കുക, അവരുടെ ഏജ് കണ്ടുപിടിക്കാനാണോ ക്വസ്റ്റ്യൻ? അല്ല. ഹൗ മെനി ടൈംസ് സൺസ് ഏജ് വിൽ ബി മദേഴ്സ് ഏജ് 20 years ഫ്രം നൗ. 20 വർഷം കഴിഞ്ഞാലുള്ള കാര്യം. അപ്പൊ ഇപ്പോഴുള്ള ഏജ് ആയത്. 20 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ ഏജ് അപ്പൊ 20 കൂട്ടിയാൽ 75 ആയി. മകന്റെ ഏജ് 50 ആയി. ഇപ്പം അമ്മയുടെ ഏജ് മകന്റെ ഏജിൽ നിന്ന് എത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക എന്നാണ് ചോദ്യം. അപ്പൊ 50 × 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 75 ആക്കുക. 50 × 1/2 എന്ന് പറഞ്ഞാൽ 50 × 1 50ഉം 50 × 1/2 എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി 25ഉം. ഇത് കൂട്ടുമ്പോൾ 75 കിട്ടുന്നത്. അപ്പം 1.5 ടൈംസ് ആണ് ആൻസർ വരിക. അപ്പൊ ഇങ്ങനെ ഏജിന്റെ ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് ജനറലി ചോദിക്കുന്ന കുറച്ച് ഈസി ആയിട്ടുള്ള, ഈസി എന്നല്ല, കുറച്ച് കോമൺ ചോദ്യങ്ങൾ PSCയിൽ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇത് മാത്രമല്ല വേറെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഞാൻ ഷെയർ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും, ഡിഗ്രി പ്രിലിംസിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്ത PDF-ലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ നിങ്ങൾ KS എക്സാം എഴുതുക. ഓക്കെ, അപ്പൊ ശരി.